കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എൽബെഥേൽ ചർച്ചിൻ്റെ ആരാധനയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് വേറെ എങ്ങും ആരാധനയ്ക്ക് പോകാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആത്മീയ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓടി വരിക. എൽബെഥേൽ ഏജിയുടെ ആരാധനയിൽ വരിക. നിങ്ങൾക്ക് ആഴമായ ദൈവവചനം പഠിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനുമെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ മീറ്റിങ്ങുകളൊക്കെ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. എൽബെഥേൽ ചർച്ചിലെ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം. ഇത് ഒരു ചില്ലറ വിഷയമല്ല, ഇത് ആഴമേറിയ വിഷയം, ഭയങ്കര ആഴമേറിയ വിഷയം. നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് കേൾക്കുകയും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കേൾക്കുകയും എന്ത് വേണം? പ്രാർത്ഥിക്കുകയും. മെസ്സേജ് കേട്ടിട്ട് പോകരുത്. നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലീഗൽ റൂട്ട് എന്ന് പറയുന്ന കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിച്ചു. ഇവിടെ ഒന്നും ഇനിയും പറയുന്നില്ല, പക്ഷെ നമ്മളെ ഒന്ന് ലിങ്ക് ചെയ്ത് പോകാൻ വേണ്ടി മാത്രം മുമ്പിലോട്ട് പോവാം. പ്രേം ബ്രദർ ആണെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്. അത് വളരെ നന്മയാണ്. ഒത്തിരി പഠിക്കാൻ ഒത്തിരി അനുഗ്രഹമാണ്. അതൊക്കെ വളരെ അനുഗ്രഹമാണ്. പ്രേം ബ്രദർ ദൈവവചനത്തിനോട് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ കാണിക്കുന്ന ആഗ്രഹം നമ്മുടെ സഭയ്ക്ക് അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഓരോരുത്തരുടെ സ്ഥിതിയും ഗതിയും ദൈവം മാറ്റിയിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ വിഷയങ്ങൾ പഠിപ്പിച്ചിടത്തൊക്കെ ഞാൻ ചില വ്യക്തികളുടെ വിടുതൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭയങ്കര വിടുതൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. നോക്കിയേ, നമ്മളിവിടെ എല്ലാം കണ്ടു. ഈ ഒരു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കണ്ടു. ലാൻഡിനകത്തൂടെ വരുന്ന പ്രശ്നങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കള്ളൻ വരുന്നത്, യേശു കർത്താവ് സാത്താനെക്കുറിച്ച് പറഞ്ഞ എന്തുവാ? കള്ളൻ എന്തിനാണ് വരുന്നത്? അറുക്കാൻ, മുടിക്കാൻ, മോഷ്ടിക്കാൻ, അല്ലേ? കൊന്നുകളയാൻ. കള്ളൻ വരുന്നത് അതിനാ. കള്ളൻ വരുമ്പോൾ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല വരുന്നത്. കള്ളൻ നിങ്ങളുടെ ആ നന്മകളെ, അനുഭവങ്ങളെ, നിങ്ങൾക്കുള്ള മൊത്തം തകർത്ത് കളയാനാണ് കള്ളൻ നോക്കുന്നത്. പക്ഷേ നിങ്ങളത് തിരിച്ചറിഞ്ഞ്, സാത്താൻ്റെ ഏജൻറ്റുമാർ പറയുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ വളരുക. നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങളുടെ നന്മ, എവ്രിത്തിങ്. സാത്താൻ ഏതു വഴി കൂടെ ഒക്കെയാണ് കയറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില വ്യക്തികളെ കയറി അവരുടെ ഫിനാൻഷ്യലാണ് തൊടുന്നത്, ചില വ്യക്തികളെ കയറി ഹെൽത്തിലാണ് തുടങ്ങുന്നത്, ചില വ്യക്തികളുടെ ക്യാരക്ടറിലാണ് തൊടുന്നത്, ചില വ്യക്തികളുടെ വീടിനെയാണ് തൊടുന്നത്, ചില വ്യക്തികളുടെ വൈഫിനെയാണ് തൊടുന്നത്, ചില വ്യക്തികളുടെ ഭർത്താവിനെയാണ് തൊടുന്നത്, ചില വ്യക്തികളുടെ ബിസിനസ്സിനെയാണ് തുടങ്ങുന്നത്, ചില വ്യക്തികളുടെ വാഹനങ്ങളെ തൊടുന്നത്. പക്ഷേ ഇയ്യോബിനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയ ദൈവമക്കളുടെ ജീവിതത്തിനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടി. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങൾ ദൈവമക്കളുടെ മീതെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആഴമായി തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ നിയോഗത്തിന് മുമ്പിലോട്ട് പോവുക. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കണ്ടു. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചത് വെളിയിൽ നിന്നല്ല, കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്തൂടെ നിങ്ങളെ പഠിപ്പിച്ചത് മൊത്തം, അല്ലേ? ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ പോവുക. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തൊട്ട് പഠിക്കാൻ പോവാം, കേട്ടോ. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവാം. ഒന്ന്, എങ്ങനെ എനിക്ക് ജനറേഷണൽ പ്രോബ്ലങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. എങ്ങനെ എനിക്കറിയാൻ പറ്റും? ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ഫാമിലി ട്രീ ഒരു വലിയ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങളുടെ ഫാമിലി ട്രീ എത്ര തലമുറ വരെ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞേ? 1, 4 അല്ലെങ്കിൽ 10 തലമുറ. എന്തിനാ 10 തലമുറ പറഞ്ഞത്, 4 തലമുറ പറഞ്ഞതെന്നൊക്കെ ദൈവമൊക്കെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? എന്തുവാണ് ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആ ഫാമിലി ട്രീയിൽ ജനറേഷണൽ പ്രോബ്ലങ്ങൾ ആരുടെയെങ്കിലും മീതെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് എന്തുവാണെന്നറിയാമോ? ആ കുടുംബത്തിൽ ആരുടെയെങ്കിലും ലൈഫിൽ ഡൈവോഴ്സ്, നിങ്ങളുടെ കുടുംബത്തിലല്ല ഞാൻ പറഞ്ഞത്, ആ തലമുറയിൽ. കാരണം ഒരു ട്രീയുടെ ഒരു കൊമ്പിൽ പുളിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ കൊമ്പിലും പുളി വ്യാപരിക്കാം. ഒരു ട്രീയുടെ ഒരു കൊമ്പിൽ മധുരമാണ്, അതിനർത്ഥം മറ്റേ കൊമ്പിൽ മധുരമായിരിക്കുമോ പുളിയായിരിക്കുമോ? ഒരു കൊമ്പ് കേടാ, ഒരു കൊമ്പ് ഉണങ്ങി പോവാം ഒരു ട്രീയുടെ. തിരിച്ചറിയണം, അതെന്തോ കേടുണ്ട്. കേട് വന്നത് എവിടുന്നാ? അതിൻ്റെ റൂട്ടിൽ നിന്ന് വന്ന പ്രോബ്ലമാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ആ കുടുംബത്തിൽ ഡൈവോഴ്സ്, ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ അസന്മാർഗിക കുത്തഴിഞ്ഞ ജീവിതം.
കുത്തടിഞ്ഞ ജീവിതം നയിക്കുന്നവരുണ്ടെങ്കിൽ, അടുത്തത് ഹെറിഡിറ്ററി സിക്നസ്സസ്, പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന രോഗങ്ങളുണ്ടെങ്കിൽ, പാരമ്പര്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാം. പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ. അടുത്തത് സൂയിസൈഡ്. ഒരു കുടുംബത്തിൽ സൂയിസൈഡ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയണം. അടുത്ത സമയം വരുമ്പോൾ അടുത്ത തലമുറകളിലേക്ക് ഇത് കയറി വരാൻ സാധ്യതയുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യണം. എത്ര ഉദാഹരണങ്ങളൊന്നും പറയാൻ സമയം പോരാ. അൺനാച്ചുറൽ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകാല മരണങ്ങൾ, ആയുസ് എത്തുന്നതിന് മുമ്പേ ഉള്ള മരണങ്ങൾ. പോവേർട്ടി, ഭയങ്കര ദാരിദ്ര്യം, ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. കൂടെ പഠിച്ചവരും കൂടെ ഉള്ളവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, നന്മയില്ല, അനുഗ്രഹമില്ല, പച്ചപ്പില്ല. അതെല്ലാം കർത്താവ് തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കേട്ടോ. എല്ലാം എനിക്ക് കർത്താവ് തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. തിരിച്ചറിയണം. അതിനർത്ഥം കർത്താവ് നമ്മളെ ശോധന ചെയ്യത്തില്ലെന്നല്ല. അതിനൊരു സീസണുണ്ട്, അതിനൊരു ടൈം പീരീഡുണ്ട്. ജീവിതകാലം മൊത്തം നീ കഷ്ടതയെ കിടക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വരാം, നിൻ്റെ ജീവിതത്തിൽ ശോധന വരാം. അതൊരു സീസണിലേക്ക് മാത്രമേ ഉള്ളൂ. ആങ്കർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആങ്കർ. ചില വ്യക്തികൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആവും, വേറൊരു വ്യക്തിയാവും. ഇങ്ങനെയുള്ള സ്വഭാവം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആങ്കർ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, അങ്ങനെയുള്ളതുണ്ടെങ്കിലോ അൺഗോഡ്ലി പാറ്റേൺ, ദൈവഹിതമല്ലാത്ത വേറെ പാറ്റേൺസ് ഉണ്ടെങ്കിൽ, ഇത് മാത്രമല്ല, അൺഗോഡ്ലി പാറ്റേൺസ് എന്നുള്ളത് മാത്രമല്ല, ഈ വൈകാരിക പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ, വൈകാരിക പ്രോബ്ലങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ ആകാം, ഇമോഷണൽ ആകാം. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീടൊക്കെ അല്പ ക്ലാസ്സുകൾ എടുക്കാം. വൈകാരികമായിട്ടുള്ള പ്രോബ്ലങ്ങൾ സൈക്കോളജിക്കലി അപ്പൻ്റെയും അമ്മയുടെയും സൈക്കോളജിക്കലി അവർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ മക്കളുടെ മേലും അതേ പാറ്റേൺ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എത്ര ഉദാഹരണങ്ങൾ പറയാമെന്നറിയാം. അവിടെ ഇവിടെയും ഒന്നും ആരും അറിയാതെ ചില ഉദാഹരണങ്ങൾ പറയട്ടെ. ഒരമ്മ ആ ഭർത്താവിനെ, ആ ഭർത്താവും അവരും കൂടെ എന്നും വഴക്കാരും. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. നല്ല കുടുംബമോ ഒന്നും വഴക്കായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഇതൊന്നും സംഭവിക്കില്ലെന്ന് ഓർത്തുകൊണ്ട് മക്കളെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ മക്കളുടെ ലൈഫിലും ഒരു പ്രശ്നമില്ല. ഒരു പർട്ടിക്കുലർ സമയം വന്നപ്പം മക്കളുടെ ലൈഫിലും ഇതേ വഴക്കം, ഇതേ പ്രോബ്ലം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുക. ഇത് എങ്ങനെ വന്നുവെന്ന് തിരിച്ചറിയാതെ ഒന്ന് പ്രോബ്ലം വരും, അത് കഴിഞ്ഞു, അതെല്ലാം നന്മകളെല്ലാം നശിപ്പിച്ചു അല്ലേ. എൻ്റെ ദൈവമേ, എനിക്ക് എത്ര ചിലരുടെ ലൈഫിൽ അല്ലേ, അവരുടെ ലൈഫിൽ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട സമയമായി. ഒരു പർട്ടിക്കുലർ ഏജ് മാസം എത്തിയപ്പം കുഞ്ഞുങ്ങൾ പോയി. 14 പ്രാവശ്യമൊക്കെ കുഞ്ഞുങ്ങൾ നഷ്ടമായ കുടുംബങ്ങളെ ഉണ്ട്. 14 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി. 14 പ്രാവശ്യം. അതും ഒരു പർട്ടിക്കുലർ മന്തിൽ ഓരോ കുഞ്ഞുങ്ങളും നഷ്ടമാകുന്നത്. അവർക്കറിയത്തില്ല ഇതെന്തുകൊണ്ട് 1, 2, 3 ആയപ്പോഴേ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. അവർക്ക് മനസ്സിലായി ഇതെല്ലാവരും പറയുന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് സ്പിരിച്വൽ അറ്റാക്കാണോ ജനറേഷണൽ പ്രോബ്ലങ്ങളാണോ, പക്ഷെ എന്തുവാന്ന് ബൈബിളിൽ നമ്മൾ നോക്കി അല്ലേ ഇതിനെ തകർത്ത് കളഞ്ഞിരിക്കണം. ചില കുടുംബത്തിൽ ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ ഫാമിലി ട്രീയിലുണ്ടെങ്കിൽ നമ്മൾ ദൈവം പറയുന്നത് യു ആർ ലൈക്ലി അണ്ടർ ജനറേഷണൽ കേഴ്സസ്. അങ്ങനെയുള്ളൊരു ഫാമിലി ട്രീയിലാണെങ്കിൽ ചില വീട്ടിലെ ഒറ്റ മക്കൾക്ക് 10ാം ക്ലാസ് ജയിക്കാൻ പറ്റത്തില്ല. ചില വീട്ടിലെ ഒറ്റ മക്കൾക്ക് 10ാം ക്ലാസ് ജയിക്കാൻ പറ്റത്തില്ല. ചില വീട്ടിലെ ഒറ്റ മക്കൾക്ക് ജോലിയില്ല, ഒരെണ്ണത്തിന് വിദ്യാഭ്യാസമില്ല. എല്ലാത്തിനും പല തരത്തിലുള്ള രോഗങ്ങളാണ്, മാറി രോഗങ്ങളാണ്. ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്താണ് നമ്മൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവേ ഞങ്ങളുടെ ലൈഫിലും ആ ഫാമിലി ട്രീ, ബൈബിൾ എന്തിനാ ജീനിയോളജി എഴുതി വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ എന്തിനാ ജീനിയോളജി എഴുതി വെച്ചേക്കുന്നത്? ചുമ്മാ അങ്ങ് എഴുതി വെച്ചേക്കുന്നത്. ജീനിയോളജി ഒക്കെ നമ്മൾ കാണാൻ പോവാ.
നമ്മുടെ ലൈഫിൽ ഇത് ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് വിത്ത് മീ. ജനറേഷണൽ കേഴ്സസ്, ജനറേഷണൽ പ്രോബ്ലങ്ങൾ, ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് വിത്ത് മീ. നിങ്ങൾ ആ വേർഡ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം, അല്ലേ? ഇത് എന്നിലേക്ക് വന്നു, ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് വിത്ത് മീ. നിങ്ങളുടെ ലൈഫ് കൊണ്ട് തീരാൻ പോവുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പാസ് ചെയ്യത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. നോക്കിയേ എങ്ങനെ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ്. ഇതിനൊക്കെ വിടുതലുണ്ടോ? ഉണ്ട്. യേശുവിൻ്റെ കാൽവറി ക്രൂശാണ് നമുക്കെല്ലാത്തിനുമുള്ള സൊല്യൂഷൻ. യേശുവിൻ്റെ കാൽവറി ക്രൂശാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് പാപം വരുമോ? പറഞ്ഞാട്ടെ, വരുമോ? എവിടെ പോകണം? ക്രൂശിൽ പോകണം. എടാ, എൻ്റെ പാപം എല്ലാം ക്ഷമിച്ച് ഏറ്റു പറഞ്ഞ് വിടുവിച്ചതാ. പക്ഷെ രക്ഷിക്കപ്പെട്ട് എൻ്റെ ജഡം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട് എനിക്ക് പാപം വരുമ്പോൾ ഓൾറെഡി എൻ്റെ കർത്താവ് വില മുടക്കിയതാണ്. അവിടെ ചെന്ന് ഏറ്റു പറഞ്ഞ് അതിൻ്റെ റൂട്ടിനെ പിഴണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് രോഗം വരുമോ? വരാം. വരുമെന്ന് പറയണ്ട, വരാമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വരാം. പക്ഷേ ആ രോഗം വന്നാലോ? രോഗം വന്നാൽ നമുക്ക് വിടുതലുണ്ടോ? ഉണ്ട്. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. അവിടെ ചെന്ന് നമുക്ക് കാൽവറി ക്രൂശിലെ രക്തത്തിലുള്ള സൗഖ്യം ഏറ്റെടുക്കാം. സാത്താനി അറ്റാക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് വരുമോ? വരാം. പക്ഷേ അതിൻ്റെ മീതെ ജയമുണ്ട്. കാൽവറി ക്രൂശ് സകലത്തിന് വില മുടക്കിയതാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് ശാപം വരുമോ? വരാം. പാപം വരും, പക്ഷെ ശാപം വരത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ശാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് അല്ല പാപം. പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ശാപം. പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് രോഗം. പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് സാത്താനി അറ്റാക്ക്. പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ മരണം എല്ലാം. അല്ല, ശാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് അല്ല, പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് രോഗവും തകർച്ചയും ശാപവും മരണവും എല്ലാം. പാപം വരും, പക്ഷെ ശാപം വരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതെല്ലാം വരാം. ശാപങ്ങളുടെയുള്ള ശിക്ഷയും കാൽവറി ക്രൂശ് ഏറ്റെടുത്തു. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അല്ല, എന്ന് വെച്ചാൽ ന്യായപ്രമാണം ശാപമൊന്നല്ല, ന്യായപ്രമാണം വിശുദ്ധമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ കാണിച്ചു തരുന്ന ന്യായപ്രമാണം. നമ്മൾ പാപികളാണെന്നും ജഡത്തിൽ വസിക്കുന്നവരാണെന്നും നമ്മൾ പാപത്തിന് വേണ്ടി ഉള്ളവരാണെന്നും കാണിച്ചു തരുന്നതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം വിശുദ്ധമാണെന്നാ കേട്ടോ. ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നൊക്കെയുള്ള വേർഡിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊന്നും അറിയാൻ വയ്യാതല്ല. ഇതൊക്കെ ഇന്ന് ദൈവോചനത്തിൻ്റെ കാര്യങ്ങൾ എബ്രായവും ഗ്രീക്കും ഒക്കെ അറിയാവുന്ന ദൈവദാസന്മാർ ഇതങ്ങോട്ട് എടുത്ത് പഠിപ്പിച്ചു തരിക അല്ലേ. ഇതിൻ്റെയോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുമ്പോൾ ഇന്ന് മനസ്സിലാകുക ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്തുവാ. ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നതിന് അർത്ഥം എന്തുവാ? അപ്പം മടങ്ങി വരാം. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ വിടുതലുണ്ട്. നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളുമായി നിങ്ങൾ കാൽവറി ക്രൂശിൻ്റെ അടുക്കൽ വരണം. വചനം പഠിപ്പിക്കുക മാത്രമാണ് ദൈവദാസന്മാരുടെ ജോലി. പക്ഷെ കാൽവറി ക്രൂശ് ജയത്തിൻ്റെ ക്രൂശാണ്. കാൽവറി ക്രൂശ് പരാജയത്തിൻ്റെ അല്ല, കാൽവറി ക്രൂശ് ജയത്തിൻ്റെയാണ്. നമ്മളുടെ ജീവിതത്തിലും ജയമുണ്ട്. നിങ്ങളുടെ എത്ര വലിയ ബ്ലഡ് ലൈനിൽ വന്ന പ്രശ്നമാകട്ടെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ അത് മാറും. ബ്ലഡ് ലൈനിൽ കൂടെ വന്നതിനെ ബ്ലഡിൽ കൂടെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ബ്ലഡിൽ കൂടെ വന്നതിനെ അതെങ്ങനെ വിടുതൽ എടുക്കണമെന്ന് പഠിച്ചാൽ മതി. പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, റോയ് പാസ്റ്റർ ഇതെല്ലാം പഠിപ്പിക്കുന്ന എല്ലാം കറക്റ്റ്, ഞാൻ എല്ലാം കേട്ടു, പക്ഷേ ഈ ജനറേഷൻ പ്രോബ്ലങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പാനെങ്ങും പോകുകയും വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും അങ്ങോട്ട് എന്നെ ആൾക്കാർ പഠിപ്പിച്ച ഇതില്ലെന്നാ, എനിക്ക് അങ്ങോട്ട് അത് ഡൈജസ്റ്റ് ആകുന്നില്ല. എന്നെ ആൾക്കാർ പക്ഷേ എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. അവരെന്നോട് പറയും എൻ്റെ വീട്ടിൽ ജനറേഷൻ പ്രോബ്ലം കിടപ്പുണ്ട്, പക്ഷേ ഈ കുറേ പേര് പറയുന്നു ഇങ്ങനെ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, നീ ഇത് സത്യം അറിയാത്തിടത്തോളം കാലം നിൻ്റെ റൂട്ട് പിഴാൻ പറ്റത്തില്ല. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് പോകത്തില്ല. കാരണം പിശാച് നിൻ്റെ ചിന്തകളെ അങ്ങനെ ആക്കി വെച്ചു. വചനം എന്താ പറയുന്നത്? നിൻ്റെ സൈക്കോളജിയെക്കാട്ടിലും വലുതാ, നിൻ്റെ ചിന്തകളെക്കാട്ടിലും തോട്ട്സിനെക്കാട്ടിലും വലുതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാൽവറി ക്രൂശ് നമ്മുടെ ജീവിതത്തിലുള്ള സകലത്തിൻ്റെ വേര് പിടാൻ പറ്റുന്നതാണ് കേട്ടോ. മനസ്സിലായോ? സകലത്തിൻ്റെയും രോഗങ്ങളുടെ, പാപത്തിൻ്റെ, മരണത്തിൻ്റെ, ശാപത്തിൻ്റെ, സാത്താനി അറ്റാക്കിൻ്റെ സകലത്തിൻ്റെ വേരിനെ പിഴുത് നമുക്ക് ജയാളിയായി മുന്നോട്ട് പോകാം. കാരണം ക്രൂശ് ജയത്തിൻ്റെതാണ്. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം. ഈ വാക്യങ്ങളെല്ലാം അപ്പം ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോവാ, നോക്കിയേ, ഒരു 15 കൂട്ടം ചാപ്റ്റർ
വ്യത്യസ്ത ആംഗിളുകളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ 15 കൂട്ടം കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതാണ്. ഈ 15 കൂട്ടം ഏരിയകളിൽ 15 വ്യത്യസ്ത ഏരിയകൾ അല്ലെങ്കിൽ 15 ലെവലുകൾ ബൈബിൾ പഠിപ്പിക്കുന്നു. ആ ഏരിയകളിൽ കേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളയണം. ചില വ്യക്തികളുടെ മീതെ ഇതിൻ്റെ എല്ലാം കാണത്തില്ല. എങ്ങനെ എല്ലാം ഉള്ളതൊക്കെ തകർന്ന് നാശമായി പോകും. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണത്തുള്ളൂ. ചിലതിൻ്റെ ഓരോ റേഷ്യോ അതൊക്കെ വ്യത്യാസമാണ്. ഏതൊക്കെയാണ് 15 കൂട്ടം കാര്യങ്ങൾ എന്ന് നമ്മളൊന്ന് കണ്ടിട്ട് ഓരോ ചാപ്റ്റർ വൈസ് കയറാൻ പോവുക. ഒന്നാമത്തെ, നിങ്ങൾ ഈ വാക്യങ്ങൾ എഴുതണ്ട, മുന്നോട്ട് ഇതിൻ്റെ ചാപ്റ്റർ ഓപ്പൺ ആക്കാൻ പോവുക. ഇതൊരു ഇൻഡെക്സാ. ഒന്നാമത്തെ 15 കൂട്ടം കാര്യങ്ങൾ എന്തോ എഴുതി വെച്ചു. ജനറേഷണൽ കേഴ്സസ്. ബൈബിൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ പഠിക്കാൻ പോവുക. നമ്മൾ നാട്ടുകാർ പറയുന്നതും വീട്ടുകാർ പറയുന്നതും ബാക്കിയുള്ളവരൊക്കെ പറയുന്ന വിട്ടേര് ബൈബിൾ എന്ത് പറയുന്നു നമ്മൾ പഠിക്കാൻ പോവുക. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു നമ്മൾ കാണാൻ പോവുക. അടുത്തത്, രണ്ടാമത്തെ, ട്രഡീഷണൽ സ്പിരിച്വൽ പവേഴ്സ്. പാരമ്പര്യമായി പിന്തുടരുന്ന പൈശാചിക ശക്തികൾ. അത് പെന്തക്കോസ്തുകാരെ നമ്മുടെ കൂടെ ഒക്കെ കാണൂ. നമ്മൾ ഇന്ന് കണ്ട മിസ്രൈമിന് ഇനി ഒരു നാളും കാണത്തില്ലെന്നല്ലേ ബൈബിൾ പറയുന്നത്. പാരമ്പര്യ പൈശാചിക ശക്തികൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യൻ്റെ കൂടെ കാണുമോ? കാണാം. ചിന്തിക്കാം. ബൈബിളിൽ ചിന്തിക്കാം. കാരണം ഇന്ന് വരെ നമ്മൾ പഠിച്ചത് വേറെ രീതിയിലായിരിക്കാം. നമുക്ക് ചിന്തിച്ചു നോക്കാം. അടുത്തത്, ക്യാരക്ടർ ആൻഡ് തോട്ട്സ്. അത് കാണും പാസ്റ്ററെ, അത് കാണും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിലും എന്ത് കാണും? ഞങ്ങളുടെ മക്കളുടെ മേൽ ഞങ്ങളുടെ സ്വഭാവമുണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വഴക്കുണ്ടാക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഒക്കെ ഞങ്ങളത് കണ്ടു. ഇതിന് കുഴപ്പമില്ല. ക്യാരക്ടർ ആൻഡ് തോട്ട്സ് കാണും. കാരണം അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം കാണും. പക്ഷെ മേളത്തത് ഞങ്ങൾക്ക് ഇന്ന് വരെ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. അപ്പൻ്റെ അമ്മയുടെ ക്യാരക്ടറും ചിന്തകളും ഒക്കെ മക്കളുടെ മേൽ കാണുമോ? പറഞ്ഞാട്ട് ദൈവമക്കളെ, കാണും. ഇനിയും അത് നമുക്ക് കാണാം, ബൈബിളിൽ നിന്ന് കാണാം. അടുത്തത്, ട്രഡീഷണൽ ടൈം. അങ്ങനെ ഒരു സാധനമുണ്ടോ? ട്രഡീഷണൽ ടൈമോ? അങ്ങനെ ടൈമുണ്ടോ? ഇതുകൊണ്ട് പഠിപ്പിക്കാം. പാരമ്പര്യമായിട്ട് ചില പ്രശ്നങ്ങൾ വരാൻ, രോഗങ്ങളായിരിക്കാം, മരണങ്ങളായിരിക്കാം, തകർച്ചകളായിരിക്കാം, ചില വിഷയങ്ങൾ വരാൻ ഒരു സമയമുണ്ടോ? പലതും നമ്മുടെ ഈ ബിസി ഷെഡ്യൂളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. അതങ്ങനെ നടന്നു പോയി, സ്ഥലത്തെ ആക്സിഡൻ്റലി സംഭവിച്ചു പോയി. നമുക്ക് ബൈബിളിൽ നോക്കാം. ബൈബിളിൽ അങ്ങോട്ട് നോക്കിയിട്ട് നോക്കാം. അടുത്തത്, പ്രൊനൗൺസ്ഡ് കേഴ്സസ്. പറയപ്പെട്ട ശാപങ്ങൾ വരുമോ? ടീച്ചേഴ്സ് പറഞ്ഞത്, എൽഡേഴ്സ് പറഞ്ഞത്, പേരൻസ് പറഞ്ഞത്, ഇതൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞെങ്കിലും വരുമോ? ഇതൊക്കെ നമുക്കോട് ചിന്തിക്കാം. ബൈബിളിൽ നിന്ന് തന്നെ ചിന്തിക്കാം. അതിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ആഴമായിട്ട് ഗ്രാഫൊക്കെ കാണിച്ചു തരാം. അടുത്തത്, സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ്. ഞാൻ തന്നെ എന്നോട് പറഞ്ഞതും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്കും കുടുംബത്തിലേക്കും ഞാൻ തന്നെ വരുത്തി വെച്ചത്. അങ്ങനെ വരുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളുടെ മേൽ ശാപം വരുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരാളുടെ മേൽ ശാപം വരുമോന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് പഠിപ്പിച്ചു. പെന്തക്കോസുകാരോടാണ് കർത്താവ് പറഞ്ഞത്. ആണോ? പെന്തക്കോസുകാരോടാണോ പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത്? പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസ് തന്നെ പറയുക, എനിക്ക് ഞാനും യഹൂദ മതത്തിലേക്ക് പോയായിരുന്നെങ്കിൽ ഞാനും ശാപഗ്രസ്തനായി തീർന്നേനെ. ഞാനും കർത്താവിനെ തള്ളിക്കളഞ്ഞ് പോയായിരുന്നെങ്കിൽ ഞാനും ശാപഗ്രസ്തനായി തീർന്നേനെ. എന്നിട്ട് ഒരു ജഡത്തിൻ്റെ കുറേ പ്രവർത്തികൾ പറഞ്ഞിട്ടുണ്ട്. ദുഷ്കാമമുള്ളവർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, ഇതിനെ കണ്ട് രസിക്കുന്നവർ ആയിട്ടുള്ള ശാപഗ്രസ്തരായിട്ടുള്ളവർ. പാപത്തിൻ്റെ കുറേ പ്രവർത്തികൾ പറഞ്ഞിട്ട് പറയുക. അത് ലേഖനങ്ങളിൽ പറഞ്ഞേക്കാം. ലേഖനങ്ങൾ എഴുതിയേക്കുന്ന ആർക്കാ എഴുതിയേക്കുന്നത്? സഭയിൽ കയറിയ വിശുദ്ധന്മാർക്ക്. അവരോട് പറയാ, നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ, പാപത്തിൽ രസിച്ചാൽ നിങ്ങളുടെ ലൈഫിലും ശാപം വരും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ട് ശാപം വരത്തില്ലെന്നില്ല. നിന്റെ ജീവിതം വിശുദ്ധിയിലായിരിക്കണം, ദൈവകൃപയിലായിരിക്കണം, സത്യത്തിലായിരിക്കണം. അല്ലേ? അത് വരത്തില്ലെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. മുന്നോട്ട്, ഹെറിഡിറ്ററി സിക്നസസ്, പാരമ്പര്യ രോഗങ്ങൾ വരുമോ? അത് വരും പാസ്റ്ററെ. കാരണം ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഇന്ന് അറിവുള്ളവരാ. ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, ഇൻഷുറൻസ് കമ്പനിക്കാരോട് ചോദിച്ചാൽ മതി, ജനറ്റിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോട് ചോദിച്ചാൽ മതി.
അവർ പറഞ്ഞു തരും, വീഡിയോ കാണിച്ചു തരും. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട് ഇന്ന്, അതുപോലെ അഡ്വാൻസ്ഡായി. അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ മതി. അടുത്തത് ട്രഡീഷണൽ ലോസസ് ഉണ്ടോ, അത് നമുക്ക് സമ്മതിക്കാം. ട്രഡീഷണൽ ലോസസ്. അടുത്തത് ട്രഡീഷണൽ ഫെയിലിയേഴ്സ് ഉണ്ടോ, അത് സമ്മതിക്കാം. ഇനി ട്രഡീഷണൽ ബൗണ്ടറീസ് ഉണ്ടോ, അത് നമുക്ക് ഇവിടെ സമ്മതിക്കാം, അല്ലേ? റോങ് അസോസിയേഷൻ, സിൻ ഇൻ ദ ക്യാമ്പ്. തെറ്റായ ബന്ധങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവർ ശാപത്തിന് കീഴില്ല. തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ടവർ, അങ്ങനെ ആരെങ്കിലും അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധമല്ല, ബന്ധനങ്ങളാണ്. തെറ്റായ ബന്ധങ്ങൾ അത് ശാപത്തിൻ്റെ കീഴിൽ കൊണ്ടു. സ്റ്റീലിംഗ് ഗോഡ്സ് മണി ശാപം കൊണ്ടുവരുമോ, അത് നമുക്ക് സമ്മതിക്കാം. ദൈവത്തിൻ്റെ പണം മോഷ്ടിച്ചാൽ ശാപം വരും. ഇനി അൺഗോൾലി കവനൻസ് ഉണ്ടെങ്കിലോ, അല്ല, ഞങ്ങൾ ആരും ചെയ്തിട്ടില്ലല്ലോ. അൺഗോൾലി കവനൻസ്, സോൾട്ടൈസ്. ഇമ്മോറൽ സിൻസ് ശാപം കൊണ്ടുവരുമോ? ഇമ്മോറൽ സിൻസ്, ലൈംഗിക പാപങ്ങൾ ശിക്ഷ കൊണ്ടുവരുമെന്നല്ല, ലൈംഗിക പാപങ്ങൾ ശാപം കൊണ്ടുവരുമെന്നാ ബൈബിൾ പറയുന്നേക്കുന്നത്. ഓൾ ഹിഡൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ എന്ന് പൗലോസും സങ്കീർത്തനക്കാരും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ 15 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവാം. 15 കൂട്ടം കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ എഴുതിയോ ഇതെല്ലാം? നമുക്ക് തുടങ്ങാം. 1-ാമത്തെ ചാപ്റ്റർ. ഇങ്ങനെ അങ്ങോട്ട് പോവാം. എഴുതി കഴിഞ്ഞോ? 1-ാമത്തെ ചാപ്റ്റർ. ഒന്നോട് പുറകിലോട്ട് പോകണം. 1-ാമത്തെ ചാപ്റ്റർ തൊട്ട് ഓൾ ഹിഡൻ പ്രോബ്ലം. പുറകിലോട്ട് പോകണം. ഓൾ ഹിഡൻ പ്രോബ്ലം വരെ 15 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാം കേട്ടോ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അടുത്ത ചാപ്റ്ററുകളിലോട്ട് വരിക. ജനറേഷണൽ കേഴ്സസ് കണ്ടോ, ഇവിടെ തൊട്ട് ഇതൊന്നും ഒരു സ്ലൈഡല്ല. അതിൻ്റെ കീ എന്തുവാ, ലിസ്റ്റ് ഓഫ് കേഴ്സസ്, റീസൺ ഓഫ് കേഴ്സസ് 2. ഇത് കഴിഞ്ഞിട്ട് 2-ാം ചാപ്റ്റർ പോകും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കാനും കൂടെ പോകും. നമ്മൾ വേഗത്തിൽ പോയാലേ പറ്റത്തുള്ളൂ. ഈ ചാപ്റ്റർ തീരണമെങ്കിൽ തന്നെ ഒത്തിരി സമയം എടുക്കും. എനിക്ക് ഈ സ്ലൈഡെങ്കിലും ഞാൻ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. അടുത്തൊരു അരമണിക്കൂർ കൊണ്ടല്ലേ 35-40 മിനിറ്റ് കൊണ്ട്. നോക്കിയേ, ബൈബിൾ എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. ബൈബിൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചോ ആൻറ്റി ആ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് വായിച്ചോണേ. ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് ആൻറ്റി നോക്കിക്കോ. ഓണ ആൻറ്റി വായിച്ചു. ബൈബിൾ എന്ത് പറയുന്നു? ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 26 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ ഇതാരോട് പറയുന്ന എന്ന് ദൈവം ഇസ്രയേൽ എന്ന് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട പെന്തക്കോസ് ഫീസ്റ്റ് കഴിഞ്ഞ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മന്ന കഴിച്ച് പാറയിലെ വെള്ളം കുടിച്ച് പെന്തക്കോസ് ഫീസ്റ്റും കഴിഞ്ഞവരോട് പറയുക. അവരോട് പറയുന്ന വേർഡ് വായിച്ചു കണ്ടി. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. അനുഗ്രഹങ്ങളും ശാപങ്ങളും ഇതാര് വെച്ചതാ? ദൈവം. ആരുടെ മുമ്പിൽ വെച്ചതാ? പറഞ്ഞ ദൈവമക്കളെ, ഇസ്രയേലിൻ്റെ മുമ്പിൽ. നിങ്ങൾ ആ വേർഡ് കേട്ടോ. ഇനി ആൻറ്റിയെ 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ച് ആവർത്തന പുസ്തകം പെട്ടെന്ന് വായിച്ചു പോവാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. വായിച്ചോ ആൻറ്റി. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവൻ്റെ വഴികളിൽ നടപ്പാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറുകയും നീ വശീകരിക്കപ്പെട്ട അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിനെ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക.
അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ആൻറ്റി, നമ്മൾ ഇനി അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ 19-ന്റെ ഈ 20 വായിച്ചു. ലേവ്യ പുസ്തകം എനിക്ക് ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു. ബൈബിളിൽ പറഞ്ഞേക്കുക, അനുഗ്രഹവും ശാപവും, ജീവനും മരണവും, ഗുണവും ദോഷവും, നന്മയും തിന്മയും, ഈ ഇത് മൊത്തം വെച്ചത് ആരാ? ദൈവമാണെന്ന് വെച്ച് ഇസ്രായേലിനോട് പറയാം, നീ എൻ്റെ വചനങ്ങളെ കേട്ട് നീ അനുസരിച്ച് ജീവിച്ചാൽ നീ ചെല്ലുന്ന ദേശത്ത് നിനക്ക് ജീവനും ദീർഘായുസ്സും നന്മയും ഉയർച്ച ഉണ്ടാകും. നിങ്ങൾ പറ, അത് കറക്റ്റാണോ? എൻ്റെ വചനങ്ങളെ കേൾക്കാതെ നിങ്ങൾ അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോയാൽ, ഞാൻ അവിടെ പോസ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കാനാ. ഇത് ആരോടാ പറയുന്നേ? ഇസ്രായേലിനോട്. ഇസ്രായേൽ ആരാ? സ്വന്തം ജനം, നമ്മുടെ നെടല, നമ്മുടെ നെടല. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10, എബ്രായ ലേഖനം 4, 3, 9 ഇവിടെ മൊത്തം എഴുതി വെച്ചേക്കുക. അവർക്ക് പറ്റിയത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. നിങ്ങളിത് കണ്ടുപിടിച്ചോണം. പഴയ നിയമത്തിലെ ഇസ്രായേൽ പെന്തക്കോസ്തുകാരായിരുന്നു ബ്രദറെ. അതാണ് എൻ്റെ ഞാൻ ഊന്നി പറയുന്ന കാര്യം. പെന്തക്കോസ് ഫീസ്റ്റ് കഴിഞ്ഞവരാ. അവരോട് പറയുക, നീയോ നിന്റെ പിതാക്കന്മാരോ എൻ്റെ പ്രമാണങ്ങളെ തെറ്റിച്ചു പോയാൽ നിനക്ക് 19-ാം വാക്യം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതികളും ജീവിച്ചിരിക്കണമെങ്കിൽ, നിനക്ക് നന്മയുണ്ടാകണമെങ്കിലും, നിനക്ക് സൗഖ്യമുണ്ടാകണമെങ്കിലും, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിലും എന്തു ചെയ്യണം? ദൈവം പറയുക, യഹോവ നിന്റെ പിതാക്കന്മാരെ അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക. ജീവനെ എന്ന് പറഞ്ഞെടുത്ത് ജീവനെ, നന്മയെ, അനുഗ്രഹത്തെ, എല്ലാത്തിനെയും നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. അത് തിരഞ്ഞെടുക്കണം. ജീവനെ തിരഞ്ഞെടുക്കണം. ജീവൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനർത്ഥം എന്തുവാ? ജീവൻ, നന്മ, അനുഗ്രഹം, അല്ലേ? ഇതെല്ലാം തിരഞ്ഞെടുക്കണം. നീ ജീവനെ തിരഞ്ഞെടുക്കണം. അല്ല, നീ ജീവനെ തിരഞ്ഞെടുക്കാതെ തിന്മയെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ശാപവും ദുഷ്ടതയും തിന്മയും മരണവും അതെല്ലാം വരുന്നത്. ഇനി നീ എന്ത് തിരഞ്ഞെടുക്കണോ? ദൈവത്തിൻ്റെ ആഗ്രഹം നീ ജീവനെ തിരഞ്ഞെടുക്കണം. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകും. ഇത് ക്ലിയർ ആയോ ദൈവമക്കളെ? ഇത്രയും ഇവിടെ എല്ലാം വെച്ചേക്കുന്ന ആരാ? ഇനിയും ഇത്രയും വാക്യങ്ങൾ 1, 2, 3, 4, 5 വാക്യങ്ങൾ തന്നെയല്ല, ഈ ചാപ്റ്ററുകൾ മൊത്തം നിങ്ങൾ നോക്കിക്കൂ. ബൈബിളിൽ ചാപ്റ്ററുകൾ പറയുക അനുഗ്രഹ ശാപം ഉണ്ടെന്ന്. ചാപ്റ്ററുകൾ പറയുക. ഏതൊക്കെ ചാപ്റ്ററാ എഴുതി വെച്ചു? ലേവ്യ പുസ്തകം 19, ലേവ്യ പുസ്തകം 26-ന്റെ 11 തൊട്ട് 26 വരെ. അത് ഒരു വേറൊരു ജൂബിലി ഇയറുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷയും കൂടെ കൂടിയാ, കേസാ. അടുത്തത് ഡ്യൂട്രോണമി 18, ഡ്യൂട്രോണമി 27, ഡ്യൂട്രോണമി 28. ഇത്രയും ചാപ്റ്ററുകൾ ബൈബിൾ മാറ്റി വെച്ചിട്ടും ചിലരുടെ കണ്ണ് കാണുന്നില്ല. ഇത്രയും ചാപ്റ്ററുകൾ നോക്കിയേ. ഓരോ അധ്യായങ്ങൾ എഴുതിയോ? ആവർത്തനം 11, അവിടെ ഉണ്ട് 26 തൊട്ട് 28 വരെ. 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 19 തൊട്ട് 20 വരെ. ലേവ്യ പുസ്തകം 19, ലേവ്യ പുസ്തകം 26-ന്റെ 11 തൊട്ട് 26 വരെ. ഡ്യൂട്രോണമി 18-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് 22 വരെ. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 27-ാം അധ്യായം. കണ്ടോ? ചാപ്റ്ററുകൾ മാറ്റി വെച്ചേക്കുക, ചാപ്റ്ററുകൾ. ഇനി അനുഗ്രഹവും ശാപവും പറഞ്ഞ എന്തുവാണ്? അതെന്തൊക്കെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ജീവൻ, മരണം, അനുഗ്രഹം, ശാപം, നന്മ, തിന്മ, അല്ലേ? ജീവൻ, ഇങ്ങനെല്ലാം വെച്ചേക്കുന്നതിൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത് 2-3 ചാപ്റ്ററുകളിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു 2-3 ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്റർ ആവർത്തന പുസ്തകം 28, 1 തൊട്ട് 14 വരെ ഉള്ള 14 വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളും, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം തൊട്ട് 68-ാം വാക്യം വരെയുള്ള 54 വാക്യങ്ങൾ ശാപത്തിൻ്റെ വിശദീകരണം കൊടുത്തേക്കുന്നത്. ദൈവവചനം പറയാം 14 വാക്യങ്ങൾ അനുഗ്രഹം,
ഈ 14 വാക്യങ്ങളുടെ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്തുവാ? നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്ക് വചനത്തിൽ ഭയങ്കര അനുഗ്രഹം കിടപ്പുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിലെങ്ങും ഒരു പച്ചപ്പുമില്ല. ശുശ്രൂഷയിൽ അനുഗ്രഹമില്ല, സ്വഭാവത്തിൽ അനുഗ്രഹമില്ല, ആത്മീയത്തിൽ അനുഗ്രഹമില്ല, കുടുംബത്തിൽ അനുഗ്രഹമില്ല, കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമില്ല, സമ്പത്തിൽ അനുഗ്രഹമില്ല, നന്മ ഒന്നിടത്തും അനുഗ്രഹമില്ല. ജീവിതത്തിൽ അനുഗ്രഹമില്ല എങ്കിൽ അതിനർത്ഥം എവിടെയോ നിങ്ങൾ ഉടനെ പൗലോസിനെ പിടിച്ചോണ്ട് വരില്ലേ. ഞാൻ പൗലോസിൻ്റെ കാര്യം അടുത്ത് വേറെ പഠിപ്പിക്കാം. പൗലോസ് ഇത്രയും എല്ലാം വിട്ട് കളഞ്ഞിട്ട് പോയി. കർത്താവിൻ്റെ വേല നിമിത്തം എല്ലാം ചപ്പും ചവറൊന്നും എണ്ണിത്താൻ ഓടിയതാണ്. പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ആ ശുശ്രൂഷ പോലെ അല്ല, എല്ലാവരും പൗലോസിനെ പോലെ അല്ല. ഓരോരുത്തർക്കും ദൈവം ഓരോ വിളിയ കൊടുത്തേക്കുന്നത്. മേശമേൽ ശുശ്രൂഷിക്കാനോ ശുശ്രൂഷപരമായിട്ടുള്ളവരാണെങ്കിൽ ശുശ്രൂഷ കൊണ്ട് പണം ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ആ കാര്യമല്ല പറയുന്നത്. പക്ഷെ ദൈവം ചിലരെ വിളിച്ചിട്ടുണ്ട്. നീ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനാണ് വിളിച്ചത്. പോട്ടെ, പൗലോസിനെ പോലെ ശുശ്രൂഷ നിനക്ക് അനുഗ്രഹമുണ്ടോ? അതുമില്ലല്ലോ. പൗലോസ് മരിച്ചവരെ ഉയർപ്പിച്ചു, നമ്മളോ നമ്മുടെ ശുശ്രൂഷയെ കേട്ടിട്ട് ശവടക്കത്തിന് പോവാം. പൗലോസ് രോഗികളെ ശുശ്രൂഷയിൽ പച്ചപ്പുണ്ട്. പൗലോസിനെ പോലെ ശുശ്രൂഷയിലും അനുഗ്രഹവും ഇല്ല, ഒന്നിലും ഇല്ല. നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കൽ. നോക്കിക്കേ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 14 വരെ അനുഗ്രഹം, 15 തൊട്ട്. ഇനി ലേവ്യ പുസ്തകം 26-ാം അധ്യായം 1 തൊട്ട് 13 വരെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണം എഴുതി വെച്ചേക്കുക. ലേവ്യ പുസ്തകം 14 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങൾ ശാപങ്ങളുടെ ലക്ഷണം എഴുതി വെച്ചേക്കുക. കണ്ടോ? ശാപങ്ങളുടെ ലക്ഷണം. നമുക്ക് അനുഗ്രഹം ഒന്ന് വായിക്കാൻ വേണ്ടി, പക്ഷേ ശാപങ്ങളുടെ ആ ലിസ്റ്റ് നമ്മൾ പോയി വായിക്കണം. വീട്ടിൽ പോയി ഇരുന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇതൊക്കെ എൻ്റെ കുടുംബത്തിലോ ലൈഫിലോ കിടപ്പുണ്ടെങ്കിൽ കണ്ണടയ്ക്കല്ലേ. കർത്താവേ, അതിന് കാരണങ്ങൾ മാറ്റിക്കളയണം. ക്രൂശ് നമ്മളെ വിടുവിക്കുന്നത് പ്രസംഗിക്കുന്ന പാസ്റ്ററല്ല, വിടുവിക്കുന്നത് യേശുവാണ്. നമുക്ക് വേണ്ടി വില മുടക്കിയ യേശുവിൻ്റെ അടുക്കലേക്ക് ആഴമായ അനുതാപത്തോടു കൂടെ ചെല്ലുക എന്നുള്ളതാണ് ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ഉദ്ദേശം. വിടുതൽ തരുന്നത് ആരാ? നമ്മുടെ കർത്താവാണ്. വേറെ ഒരു സ്ഥലത്തും വിടുതലില്ല. നമ്മുടെ കർത്താവ് ഇതിനുള്ള എല്ലാത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു, മുടക്കി നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് ആ ശുശ്രൂഷയുടെ അകത്തൂടെ കയറിപ്പോയേ പറ്റത്തുള്ളൂ. ആഴമായ അനുതാപം വേരുകളെ പിടിതുകളാണ്. വായിക്കാമോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹമാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഇത് പുതിയ നിയമത്തിലുള്ളവർക്കുണ്ടോ? ഗലാത്യ ലേഖനം 3:14 ഗലാത്യ ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ മതി. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ വാഗ്ദത്തപ്രകാരം അവകാശികളും, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അതിൻ്റെ അവകാശികൾ ഓഹരിക്കാരുമാണ് അല്ലേ? അടുത്തത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളായ നമുക്ക് വരേണ്ടതിന്, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ പുതിയ നിയമത്തിലുള്ളവർക്കും ഈ അനുഗ്രഹങ്ങൾ മൊത്തമുണ്ട്. കേൾക്കുന്നുണ്ടോ? പുതിയ നിയമത്തിലുള്ളവർക്കും അനുഗ്രഹം. വായിച്ചോ ആൻറ്റി, 1 തൊട്ട് 14 വരെ ആവർത്തന പുസ്തകം. ആൻറ്റി വായിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാട്ടെ, വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഈ അനുഗ്രഹങ്ങൾ താഴോട്ട് അനുഗ്രഹത്തിന്റെ ലിസ്റ്റ് പറയാം. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. വായിച്ചു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും. മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നികാലുകളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. വായിച്ചു ആൻറ്റി. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ
പാതയിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി. കണ്ടോ, അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞേക്കാം. അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ്, ഒന്നാമത്തെ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. ഇത് കംപ്ലീറ്റ് ഇന്ന് തീർക്കാൻ പറ്റിയില്ലെങ്കിലും പഠിക്കുന്ന നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, അനുഗ്രഹത്തിൻ്റെ 7 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ വാക്യത്തിൻ്റെ ബേസിലാണ്? ആവർത്തനം 28-ൻ്റെയും ലേവ്യ പുസ്തകം 26-ൻ്റെയും ആ വാക്യങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ 7 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ കേട്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ, എല്ലാ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ 7 അതിൻ്റെ ഓപ്പോസിറ്റ് കേസുകൾ. നമ്മുടെ മീതെ ഉള്ളത് അനുഗ്രഹങ്ങൾ ആയി മാറട്ടെ. ഒരു ആമേൻ പറഞ്ഞ നിങ്ങൾ. നമ്മുടെ മീതെ നമ്മുടെ മീതെ അനുഗ്രഹം ഉള്ളതായി തീരട്ടെ. ഏതെങ്കിലും രീതികളിലോ ഏതെങ്കിലും ഏരിയകളിലോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാത്തിൻ്റെ വേരുകളെ പിടിത് കളയണം. വേരുകളെ പിടിത് കളയണം കേട്ടോ. റൂട്ടുകളെ പിടിത് കളയണം. നമ്മളെന്നും ഫ്രൂട്ടിനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന അല്ലേ, ഡയഗ്നോസ് ചെയ്യുമ്പോൾ വെളിപ്പെടുന്ന ആ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കാതെ അതിൻ്റെ റൂട്ടിനെ പിടിത് കളാം. ഫ്രൂട്ടിനകത്ത് വലിയ ചേഞ്ച് വരും. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആ ബ്ലെസ്സിങ്, എക്സോൾട്ടേഷൻ. എവിടെയൊക്കെ എക്സോൾട്ടേഷൻ? നീ പോകുന്നിടത്ത് മൊത്തം നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ പട്ടണത്തിൽ പോകുന്നിടത്ത് നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ വീട്ടിൽ ചെന്നാൽ അനുഗ്രഹമായിരിക്കും. നീ ചെറിയതായിട്ടായിരിക്കാം എവിടെയെങ്കിലും തുടങ്ങുന്നത്, പക്ഷേ നിന്റെ ജീവിതം ഉയർന്നുകൊണ്ടേയിരിക്കും. രാമൻ പറയാമോ? നീ പട്ടണത്തിൽ ഉയർച്ചപ്പെടും, വീട്ടിൽ ഉയർച്ചപ്പെടും, കൃഷിയിൽ ഉയർത്തപ്പെടും, നിന്റെ ജോലിയിൽ ഉയർത്തപ്പെടും, നിന്റെ വീട്ടിൽ ഉയർത്തപ്പെടും, നീ ആത്മീയത്തിൽ ഉയർത്തപ്പെടും, നിന്റെ ശാരീരികമായി നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും. കേൾക്കുന്നുണ്ടോ? ഒരാമേൻ പറഞ്ഞേ, ദൈവസഭ ഒരാമേൻ പറഞ്ഞേ. നീ പോകുന്നിടത്ത് മൊത്തം നീ ഉയർച്ച ഉണ്ടാവും. നീ വയലിലോട്ട് വിത്ത് കൊണ്ടുപോയാൽ അല്പം കൊണ്ടുപോയാൽ മതി, പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത് ചുമ്മിക്കൊണ്ടായിരിക്കും. നീ 1ഉം 2ഉം നിന്റെ വീട്ടുകാരും നാട്ടുകാരും മൊത്തം എടുക്കാൻ പറ്റാ കാരണം നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിന്റെ കൈ തൊടുന്നിടം മൊത്തം, പറഞ്ഞോ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഉരുവിടുകൂടെ ചെയ്താട്ടെ. നിങ്ങൾ കൈ തൊടുന്നിടം മൊത്തം യേശുവിൻ്റെ നാമത്തിൽ ആ അനുഗ്രഹങ്ങൾ ദൈവസഭയുടെ മീതെ വരട്ടെ. എൽബെഥേൽ ഏജിയുടെ മീതെ വരട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ മീതെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മീതെയും നിങ്ങളുടെ ആയുസ് മുഴുവനും അനുഗ്രഹങ്ങൾ വരട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം ഭയങ്കരം. 1000 തലമുറ കഴിഞ്ഞാലും തീരത്തില്ലെന്ന്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ ആയുസ് മൊത്തം അനുഭവിച്ചിട്ടും തീരുന്നില്ല. നിങ്ങൾ ഇനി എത്ര ഇന്ന് വരെ, ഞാൻ പറഞ്ഞില്ല 6000 വർഷം വരെ ഇന്ന് വരെ ഭൂമിയിൽ വന്നേക്കുന്നത്, ഞാൻ ബൈബിൾ പഠിച്ചിട്ട് 200 ജനറേഷനേ ഉള്ളൂ. 200 എത്തിയിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് 200 ജനറേഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ, അത് ഉള്ളൂ അല്ലേ. 1000 തലമുറയോട് ദയ കാണിക്കാവുന്ന 1000 തലമുറയോട് എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം അങ്ങനെ. അത് ദൈവസഭയുടെ മീതെ കർത്താവെ ഞാൻ വീണ്ടും അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സഭയുടെ മീതെ വരട്ടെ, ദൈവമക്കളുടെ മീതെ വരട്ടെ. നിങ്ങൾ എക്സോൾട്ടേഷൻ, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഉയർച്ച പ്രാപിക്കും. അയ്യോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പോകുന്നിടത്തൊക്കെ എന്തോ ഉയർച്ച പ്രാപിക്കും. അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹ്യൂമിലിയേഷൻ. പോകുന്നിടത്തെല്ലാം നീ നിന്ദിതനായിത്തീരും. നീ ജോലിക്ക് പോയാൽ നിന്ദിതനായിത്തീരും. ഒരു കുടുംബത്തിൽ ചെന്നു നിന്ദിതനായിത്തീർന്നു.
എന്തെങ്കിലും ഒരു കാര്യത്തിൽ നീ ഇടപെട്ടു, നിന്ദിതനായി തീർന്നു. എവിടെ ചെന്നാലും, കൃഷിക്കകത്ത് പോയി നിന്ദിതനായി തീർന്നു, ബിസിനസ്സിൽ പോയി നിന്ദിതനായി തീർന്നു. എവിടെ പോയാലും അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ എന്നെ തന്നെ തിരിഞ്ഞ് ചിന്തിക്കുക, എടാ ഞാൻ ഇതിനകത്ത് ഏതിനകത്താണ് ഉള്ളത്? ബൈബിള് പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇതിനകത്താണ് ഉള്ളതെങ്കിൽ എടാ എന്തോ കാരണമുണ്ടത് മാറ്റിക്കളാ. അതാ വചനം പഠിപ്പിക്കുന്നത്. എനിക്കറിയാം എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനുഗ്രഹിക്കപ്പെട്ടവൻ. എത്ര ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വന്നു. സന്തോഷം കൊണ്ട് ഞാൻ പറയാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രശ്നം, എവിടെ ഒന്നും പറയുന്നില്ല. എല്ലാവരും കൂടെ കൂടിയിരുന്ന് രാവിലെ തൊട്ട് 2-3 മണിക്കൂർ ഇരുന്ന് കഞ്ഞിയും കുടിക്കാതിരുന്ന് പ്രശ്നം തീർക്കല കഞ്ഞിയും കുടിക്കുക എല്ലാവരും കൂടി. എന്തോ ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട്, രാവിലെ ഞാനങ്ങ് പോയി, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വന്നു. റോയ് പാസ്റ്റർ വരുമ്പം, റോയ് ബ്രദർ വരുമ്പം ആ പ്രശ്നങ്ങൾ പറയാം. കാരണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കൂടിയാണ്. 5-6 പേര് കൂടി എന്നിട്ട് ഞാൻ അവിടോട്ട് വന്നു, 2-3 ചോദ്യം ചോദിച്ചു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. എല്ലാവരുടെയും പ്രശ്നം കഴിഞ്ഞു പോയി. ഞാൻ ഒന്നും ചെയ്തില്ല. പ്രശ്നം കഴിഞ്ഞ് പോയി, എല്ലാം കഴിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീട്ടിൽ ഇപ്പം തകരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ അവരുടെ തകർച്ചയുടെ സമയത്ത് എന്നെ വിളിച്ചു. എന്നോട് കർത്താവ് പറഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ആ വീടിനകത്ത് ഇരുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വഴക്കായ വീട്ടിൽ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയാം എൻ്റെ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാൻ തിരിച്ചു വരുമ്പം ഞാനും നിറഞ്ഞ കണ്ണുകളോടാണ് വരുന്നത്. എൻ്റെ ദൈവമേ, ആ വീട്ടിൽ പോയി എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ടാണല്ലോ ആ വീട്. അവർ 2 പേരും കൂടെ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വഴക്കായിട്ടെല്ലാം വിളിച്ചാ നീ പോകുന്നിടം മൊത്തം അനുഗ്രഹിക്കപ്പെടും. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന സഭയിൽ പോയി ഒരു പാസ്റ്ററോട് ഒന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ പുള്ളി അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ സഭ അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ ആ സഭ 4 ആകും. അവിടുത്തെ 10 വിശ്വാസികളെയും കൊണ്ട് പുള്ളി അണ്ടർഗ്രൗണ്ട് പണി, അവരുടെ പൈസയും മേടിച്ചുകൊണ്ട് പോയി അവരെയും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരെയും ഡിസ്റ്റർബ് ചെയ്ത്, അല്ലേ, ഭയങ്കര ശുശ്രൂഷ. പക്ഷെ അണ്ടർഗ്രൗണ്ട് ഒത്തിരി പണികൾ കാണും. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ യു ട്രസ്റ്റ് ഇൻ ഗോഡ്. നീ ദൈവത്തിൻ്റെ മുഖത്ത് നോക്ക്. ഒരാളുടെയും കൈകളിലോട്ട് നോക്കണ്ട, ഒരാളുടെയും പോക്കറ്റിൽ നോക്കണ്ട. ദൈവം നിന്നെ വിളിച്ചുവെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും, അനുഗ്രഹിച്ചിരിക്കും. കേട്ടോ, ആവശ്യം വരത്തില്ലെന്നല്ല, സ്വർഗം നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. നമ്മുടെ നോട്ടം മനുഷ്യനിൽ നിന്ന് മാറട്ടെ. കേട്ടോ, നമ്മുടെ നോട്ടം ദൈവത്തിലാകട്ടെ. നീ പോകുന്നിടം മൊത്തം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവമക്കളൊന്ന് പറഞ്ഞേ, നിങ്ങൾ നിങ്ങളുടെ തലയിലോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവ്, എൻ്റെ പിതാക്കന്മാർ പോയിടത്തൊക്കെ പരാജയപ്പെട്ടെങ്കിൽ, എൻ്റെ മാതാക്കൾ പോയിടത്തൊക്കെ പരാജിതരായെങ്കിൽ, എൻ്റെ ലൈഫിൽ നിന്ന് അതിൻ്റെ വേരിനെ പിടിതു കളയണേ. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഹൃദയം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക. ഞാൻ ഹൃദയം തുറന്ന് ദൈവമക്കളെ അനുഗ്രഹിക്കുക. എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. അല്ലേ, ഹ്യൂമിലിയേഷൻ്റെ കാരണങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കൊള്ളണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കാരണങ്ങളെ മാറ്റിക്കളയണം ദൈവമക്കളെ. ചിലത് പ്രാർത്ഥിച്ചാൽ മാറും, മറ്റ് ചിലത് കാരണങ്ങൾ മാറ്റിക്കൊടുക്കണം. ഹ്യൂമിലിയേഷൻ്റെ ശാപങ്ങളുടെ റൂട്ടിനെ മാറ്റണം. അടുത്തത് റീപ്രൊഡക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ തലമുറകൾ ജനിക്കും എന്നുള്ളത് മാത്രമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നിൻ്റെ കുടുംബജീവിതം തലമുറകൾ ദൈവം നിനക്ക് തരും. അത് മാത്രമല്ല, നിൻ്റെ കന്നുകാലികൾ ബ്ലെസ്ഡ് ആയിരിക്കും. കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും നീ വയലിലേക്ക് കൊണ്ടുപോകുന്ന വിത്തും നിൻ്റെ കൃഷിഫലവും അത് പിഞ്ചു പൂത്ത് പോകത്തില്ല. അതങ്ങോട്ട് ഫലം കഴിക്കേണ്ട സമയത്ത് ഒരു കൊടുങ്കാറ്റടിച്ച് മൊത്തം പോയി, അങ്ങനെ വരത്തില്ല. നിൻ്റെ വൃക്ഷങ്ങൾ വരെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വൃക്ഷങ്ങൾ വരെ. ഗ്ലോറി ടു ഗോഡ്.
ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരട്ടെ, ആമേൻ. സ്തോത്രം. വരട്ടെ. ആമേൻ. നിങ്ങൾ പറയണം, എൻ്റെ വീട്ടിലുള്ള സകലതും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എൻ്റെ വീട്ടിലുള്ള സകലതും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിലുള്ള സകലതും അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ വീട്ടിലുള്ള സകലതും അനുഗ്രഹിക്കപ്പെടും. വർധന ഉണ്ടാകും. വചനം പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ വർധന ഉണ്ടാകും. ഹല്ലേലൂയ കർത്താവേ. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ വർധന ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ വർധന ഉണ്ടാകും. ആമേൻ. ഓ, ഏതൊക്കെ ഏറിയായില്ല? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കന്നുകാലികളുടെ പേര്, ആടുകളുടെ പിറപ്പ്, കൃഷി, നിങ്ങളുടെ വൃക്ഷങ്ങൾ, നിങ്ങളുടെ വയലുകൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ കൈ തൊടുന്നണം. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആത്മീകം എല്ലാം വർദ്ധിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഓ, ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. സ്തോത്രം. സ്തോത്രം. നല്ലൊരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ ജീവന്റെ വചനം കേൾക്കുമ്പോൾ ജീവനോട് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. എല്ലായിടത്തും റീപ്രൊഡക്റ്റീവ്നെസ്, ആമേൻ. വർധനവുണ്ടാകും. വർധനവ്. അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ബാരനസ്. ബാരനസ് എന്ന് പറയുമ്പോൾ വന്ധ്യത എന്ന് മാത്രമല്ല, ശാപത്തിൻ്റെ ലക്ഷണമാണ്. കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട സമയമാകുമ്പം അബോട്ടായി പോവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഒരു കുഞ്ഞല്ല, 2 കുഞ്ഞുങ്ങളല്ല, 10 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല. കേസിൻ്റെ ലക്ഷണമാ. അയ്യോ, അവർ എൻ്റെ പൊന്നുതി, നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനല്ല ഇത് പറയുന്നത്. അവരെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് കേസുകൾ മാറി നിങ്ങൾ വർദ്ധിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ബാരനസ് എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് മാത്രമല്ല, ചില കന്നുകാലികളിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്. കന്നുകാലി, ആടുകളുടെ പേര്, ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കുമെന്ന്. കണ്ടോ? ഞാൻ പറഞ്ഞതല്ല. ആടുകളുടെ പേരും ആടുകളുടെ ശാപങ്ങളുടെ ലിസ്റ്റിൽ പറഞ്ഞേക്കോ. നിന്റെ കൃഷി എല്ലാം അത് പൊഴിഞ്ഞു പോകും. ഫലം പൂക്കും, ഇങ്ങോട്ട് വരും, ഒന്നും നീ അനുഭവിക്കത്തില്ല. നിന്റെ നാട്ടിൽ മൊത്തം ഒലിവ് വൃക്ഷങ്ങൾ കാണും, പക്ഷെ നീ എണ്ണ തേക്കത്തില്ല. നിന്റെ നാട്ടിൽ മൊത്തം മുന്തിരിക്കൊല കാണും, മുന്തിരി കാണും, നിന്റെ വീട്ടിലും കാണും മുന്തിരി, പക്ഷെ അതിൻ്റെ മുന്തിരിയുടെ ചാറ് നീ ഉപയോഗിക്കത്തില്ല. ശാപങ്ങളുടെ ലിസ്റ്റാണ്. തൊടുന്നിടത്തും പോകുന്നിടത്തും എല്ലാം പച്ചപ്പില്ല. തൊടുന്നിടത്തും പോകുന്നിടത്തും എല്ലാം പച്ചപ്പില്ലാതെ, അവിടെ എല്ലാം ബാരനസ്. ചിലരുടെ ജോലിയിൽ ബാരനസ്സാണ്, ചിലരുടെ ബിസിനസ്സിൽ ബാരനസ്സാണ്, ചിലരുടെ ജോലിയിൽ, ചിലരുടെ ബിസിനസ്സിൽ, ചിലരുടെ ജീവിതത്തിൽ ബാരനസ്സാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഡിക്ലെയർ ചെയ്യുക, ആ ബാരനസിനെ, ആ മരുഭൂമിയെ നിങ്ങളുടെ മീതെ മലർവാടിയാകട്ടെ. ആ ബാരനസ് നിങ്ങളുടെ മീതെ ദൈവം അത് മാറ്റി നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. ഒന്നാമത് നിങ്ങളുടെ ആത്മിക ജീവിതം ഫലമുള്ളതായി തീരട്ടെ. ഒന്ന് ആത്മാവിൽ സംസാരിച്ച സഭയെ, ഒന്ന് ആത്മാവിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ മീതെ മഴയായി പെയ്തിറങ്ങണേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനായി, മഴയായി, അനുഗ്രഹമായി പെയ്തിറങ്ങണേ. ആത്മാവിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുക, ദൈവസഭയായി സ്വീകരിക്കുക. നാളുകളായി ആഴമായ വചനം പഠിക്കാതെ കെട്ടുപോയ വിത്തുകളൊക്കെ യേശുവിൻ നാമത്തിൽ ജീവൻ വെക്കട്ടെ. അപ്പത്തിന്റെ ഭവനമായ ബേഥലേഹേമിൽ മഴ പെയ്തതുപോലെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തിന്റെ മീതെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ. Glory to Jesus. ബാരനസിനെ ക്യാൻസൽ ചെയ്യ്, യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യ്. ഹ്യൂമിലിയേഷനെ ക്യാൻസൽ ചെയ്യ്. അടുത്തത് ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത്, നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത് വരുന്ന നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ മീതെ വരത്തില്ല. നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കാണും. അനാവശ്യ രോഗങ്ങളെല്ലാം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ.
അതിനർത്ഥം നമ്മൾ സൂക്ഷിച്ച് ആഹാരം കഴിക്കുകയും കൂടെ വേണം അല്ലേ. ചില ആൾക്കാരുണ്ട്, അവർ ഒരു വീട്ടിലും പോയാൽ പോലും പഞ്ചസാര ഇട്ട് ചായ കുടിക്കത്തില്ല, പക്ഷെ ലഡു കൊണ്ട് കൊടുത്താൽ കഴിക്കും, ജിലേബിയും കഴിക്കും, എന്നിട്ട് രാത്രി മൊത്തം ഒരു ചോക്ലേറ്റ് കഴിക്കും, പക്ഷെ പഞ്ചസാര ഇട്ട് ചായ കുടിക്കത്തില്ല. അതൊക്കെ നമ്മൾ കാണിക്കുന്ന അബദ്ധമാണ്, വിവരദോഷം. നമ്മൾ കഴിക്കേണ്ടത് കഴിക്കണം, കഴിക്കേണ്ടാത്തത് നമ്മൾ കഴിക്കല്. ഉള്ള ഓയിലും എല്ലാം കൂടെ എടുത്ത് കൊളസ്ട്രോളായി ബുദ്ധിമുട്ടായിട്ട് കർത്താവ് എനിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിനൊക്കെ എക്സസൈസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയ പരിജ്ഞാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരിജ്ഞാനത്തിൽ ജീവിക്കണം. പക്ഷേ നിൻ്റെ ശരീരത്തിനകത്ത് അനാവശ്യ രോഗങ്ങൾ വരത്തില്ല. ഓ ഗോഡ്, ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. ഓ ഗോഡ്, മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും. ഗോഡ്, ശാപത്തിൻ്റെ ലക്ഷണമായിട്ട് ഒത്തിരി രോഗങ്ങളുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരാം. ശാപത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള ഒത്തിരി രോഗങ്ങളുണ്ട്. ചിത്തഭ്രമം, ഭ്രാന്ത്, ക്ഷയം, ത്വക്ക് രോഗം, ഇങ്ങനെയുള്ള കുറേ രോഗങ്ങളുടെ ലിസ്റ്റുണ്ട്. ചുരങ്ങ്, പുണ്ണ്, കുറേ ലിസ്റ്റുകളുണ്ട്. ഞാൻ ഹെറിഡിറ്ററി സിക്നസ്സസിനകത്ത് പഠിപ്പിച്ചു തരാം. ഇതൊന്നും വെളിയിൽ നിന്നല്ല പഠിപ്പിക്കുന്നത്, ബൈബിളിൽ കിടക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളിൽ കിടക്കുന്ന ഇതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പഠിക്കേണ്ടതുപോലെ വചനം പഠിച്ചാൽ, ഗ്രഹിക്കേണ്ടതുപോലെ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ, കൺഫസ് ചെയ്യേണ്ടതുപോലെ ചിലതിനെ മാറ്റിക്കളഞ്ഞാൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. അയ്യോ, ഒരു നല്ല അമ്മയെ പറഞ്ഞേ, അനുഗ്രഹിക്കപ്പെടും. നോക്കിയേ, ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും. 120-ാമത്തെ വയസ്സിലും മോശ പർവ്വതം കയറാൻ ഹെൽത്തി ആയിരുന്നു അല്ലേ. 120-ാമത്തെ വയസ്സിൽ മോശ പർവ്വതം കയറാൻ ഹെൽത്തി ആയിരുന്നു. തൻ്റെ കണ്ണു മങ്ങിയില്ല. കാരണം ദൈവ സാന്നിധ്യത്തിനകത്തുള്ളതായിരുന്നു തൻ്റെ ജീവിതം. ദൈവിക സാന്നിധ്യത്തിലുള്ളതായിരുന്നു തൻ്റെ ജീവിതം. നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുള്ളതാകട്ടെ. ഓ ഗോഡ്, ഗോഡ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുള്ളതാകട്ടെ. ഹെൽത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് റിസീവ് ചെയ്തേ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കണ്ണുകൾ മങ്ങാതെ, നിങ്ങളുടെ ശരീരം ക്ഷീണിക്കാതെ, നിങ്ങളുടെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. ആ സൗഖ്യത്തെ, അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ യേശുവിൻ നാമത്തിൽ ദൈവമക്കളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് റിസീവ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ റിസീവ് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റാണ് സിക്നസസ് ഓഫ് ഓൾ കൈൻഡ്സ്. സകല തരത്തിലുള്ള രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, മാറി മാറി വരുന്ന രോഗങ്ങൾ. ചിലരുടെ ജീവിതത്തിൽ പണം കളയാനുള്ളൊരു പോരാ, പണം നഷ്ടമാക്കാൻ. ഇന്ന് ഒരു രോഗം, നാളെ ഒരു ദിവസം തലവേദനയാണ്, പിന്നെ കാലുവേദനയാണ്. ആ കാലുവേദന മാറിയാൽ വയറുവേദനയാവും, അത് കഴിയുമ്പോൾ കൈവേദനയാണ്. ഇങ്ങനെ മൊത്തം മാറി മാറി. ഇല്ലില്ല, നിന്റെ ശരീരം രോഗത്തിൻ്റെ കൂടല്ല, നിന്റെ ശരീരം അനുഗ്രഹത്തിൻ്റെ കൂടാ കേട്ടോ. നിനക്ക് രോഗങ്ങൾ വന്ന് നിന്റെ അധ്വാനിക്കുന്ന സമ്പത്ത് കൊണ്ടുപോയി കളയാനുള്ളതല്ല. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ സിക്നസസ് ഓഫ് ഓൾ കൈൻഡ്സ് അത് ക്യാൻസൽ ആകട്ടെ. ആ രോഗങ്ങൾ നമ്മുടെ നടുവിൽ നിന്ന് മാറട്ടെ. ആ രോഗങ്ങൾ നമ്മുടെ നടുവിൽ നിന്ന് മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അടുത്തത് പ്രോസ്പെരിറ്റി. ചിലർക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രോസ്പെരിറ്റി. ദൈവം നമ്മളെ വിളിച്ചത് മരണച്ചെയറിൽ ഇരിക്കാനാണ്. ദൈവം നമ്മളെ വിളിച്ചത് ഒന്നും തരാനല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തോന്നുന്നു, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞ, ചിലർ പ്രസംഗിക്കുന്ന പ്രസംഗം അങ്ങനെ, നിങ്ങളെ ദൈവം വിളിച്ചത് കഷ്ടതയ്ക്കകത്തൂടെ പോകാനാണ്. ദൈവം നിങ്ങളെ വിളിച്ചത് നന്മയ്ക്കകത്തൂടെ. വീടും ഇതൊന്നുമല്ല, നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ പുള്ളിക്ക് നല്ല വീടും നല്ല കാറും എല്ലാം ഉണ്ട്. ദൈവം നിന്നെ വിളിച്ചത് ഒന്നും തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ല വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് മരണത്തിൻ്റെ ചെയറിലിരിക്കാനാണ്. ഇനി ഒന്നും പ്രതീക്ഷിച്ച് സഭയിലോട്ട് വരണ്ട. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, സാർ അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പഠിപ്പിക്കുന്ന സാത്താൻ്റെ മെസ്സേജാണ്. നമ്മുടെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ പറഞ്ഞേക്കുന്നത്, നീ എൻ്റെ അടുക്ക വാ, അധ്വാനിക്കുന്നവരും
ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവി. എൻ്റെ ചുമട് ലഘു അല്ലേ, എൻ്റെ നുകം ലഘു, എൻ്റെ ചുമട് എന്തുവാ, എൻ്റെ നുകം ചെറുതുവാ, ഭാരം കുറഞ്ഞതുവാ. അടുത്തത് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് നിത്യത തരാം, ഞാൻ നിനക്ക് സമാധാനം തരാം, ഞാൻ നിനക്ക് സൗഖ്യം തരാം, ഞാൻ നിനക്ക് അനുഗ്രഹം തരാം. കർത്താവ് എല്ലാം തരാമെന്ന് പറഞ്ഞാൽ വിളിച്ചേക്കുന്നത് ആണോ? നിത്യത തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിത്യജീവനും സമൃദ്ധിയായ ജീവനും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സൗഖ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരോഗ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ്റെ സൗഖ്യം എന്തോ തരാമെന്ന് പറയാത്തത്? സകലതും നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിലോട്ട് നിന്റെ ശ്രദ്ധ വെക്കല്ല. നിനക്കിവിടെയുള്ള നന്മകളെല്ലാം നീ അനുഭവിക്കുമ്പോഴും നിന്റെ നിത്യത നിനക്ക് നഷ്ടമാകല്ല. ദൈവം വിളിച്ചൊക്കെ നിനക്ക് സകലവും തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനക്ക് മരണം തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് സാത്താനാന്ന് പറഞ്ഞു. ആ പുള്ളി ആ വഴി കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ആ പുള്ളി ആ വഴി കൂടെ ഇറങ്ങിപ്പോയെന്ന്. ഈ രണ്ട് ടൈപ്പ് ടീച്ചിങ് പ്രോസ്പെരിറ്റി ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇനി പ്രോസ്പെരിറ്റി മാത്രമാകല്ലേ. ചിലർക്ക് പ്രോസ്പെരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ പള്ളി വരത്തില്ല. അവർക്ക് പള്ളി വരത്തില്ല. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പള്ളി. ലക്ഷ്യം നമ്മുടെ നിത്യതയാണ്. നിന്റെ കയ്യിൽ കിട്ടുന്ന സമ്പത്തും പണവും നിങ്ങൾക്ക് വീടും എല്ലാം നന്മയും ദൈവം നിങ്ങൾക്ക് തരട്ടെ. അത് തരുന്നതോ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്പെട്ടതാകും. അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പർപ്പസ് മറന്ന് ജീവിക്കല്ലേ. നിങ്ങളുടെ പർപ്പസ് കേട്ടോ, എന്തോ മറന്ന് ജീവിക്കല്ലേ. നിങ്ങളുടെ പർപ്പസ്, നമ്മുടെ പർപ്പസ് എന്തുവാ? നമ്മളെ ദൈവം എന്തിനാ വിളിച്ചത്? നിത്യജീവനിലേക്ക് പോകാനാ. നിത്യജീവൻ മാത്രമല്ല ദൈവം നമുക്ക് തരുന്നത്, സമൃദ്ധിയായ ജീവനും തരും. ഇറ്റേണൽ ലൈഫും അബണ്ടന്റ് ലൈഫും ദൈവം തരും. അബണ്ടന്റ് ലൈഫ് സ്വർഗ്ഗത്തിൽ ചെന്നിട്ടല്ല, ഇവിടെ വെച്ചാ സമൃദ്ധിയായ ജീവനാണ് ദൈവം തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കേണ്ടതുപോലെ വചനം ആഴമായി ബാലൻസ്ഡായി പഠിപ്പിക്കണം. കഷ്ടത മാത്രമേ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. അനുഗ്രഹം മാത്രമേ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെയുമല്ല. നിന്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാവും. കാരണങ്ങൾ, കഷ്ടതയുടെയും ശാപത്തിൻ്റെയും കാരണങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കൊടുത്തിട്ട് നീ ദൈവത്തിൻ്റെ വചനത്തിൽ സത്യത്തിൽ ജീവിച്ചു മുന്നോട്ട് പോകും. നിത്യതയിൽ ചെല്ലും. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നീ കയറുന്നത് മരുഭൂമിയിലായിട്ട് കയറുന്നത്. പക്ഷേ ഈ മരുഭൂമിയിൽ നീ അറിയാത്ത പ്രൊവിഷൻസ് ദൈവം നിനക്കുണ്ട്. സ്വർഗത്തിലെ മന്ന, പാറയിലെ തേൻ, തീക്കൽ പാറയിലെ വെള്ളം, ആടുകളുടെ മേധസ്, കാളകളുടെ ആടുകളുടെ മാംസം, കാളകളുടെ മേധസ്, നിനക്ക് ദൈവം തരുന്നതെല്ലാം ബെസ്റ്റ് എന്നാണ് ബൈബിൾ പറയുന്നത്. സെക്കൻഡ് ക്വാളിറ്റിയും അല്ല. നിനക്ക് ദൈവം തരുന്ന എല്ലാം ഏതാ? ദ ബെസ്റ്റ്. നിങ്ങൾ പ്രോസ്പെറിറ്റി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ അനുഗ്രഹം കിട്ടുമ്പോൾ ദൈവത്തെ മറക്കരുത്. അതും കൂടെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. ചിലർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവത്തെ കാണത്തില്ല, ദൈവത്തിന് അടുക്ക വരത്തില്ല. പിന്നെ അവർക്ക് ഫുൾ ബിസിയാണ്. കാറ് കിട്ടി, പക്ഷെ ഇപ്പം കാറും കൊണ്ട് സൺഡേ ടൂറിന് പോക്കല്ല പരിപാടി. അത് 10 ദൈവമക്കൾക്ക് അനുഗ്രഹമാകത്തില്ല. ഒരു വീട് കിട്ടി, ആ വീട്ടിലെന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്തത്തില്ല, പക്ഷെ ആ വീടിനകത്ത് ഫുൾ പാർട്ടിയാണ്. ജോലിയില്ലായിരുന്നു, ജോലി കിട്ടി, ഇപ്പം പുള്ളിക്ക് മീറ്റിങ്ങിന് മാസം. മോനെ, നിന്റെ ജോലിയും നിന്റെ നന്മയും നിന്റെ ആരോഗ്യവും നിന്റെ പണവും മൊത്തം ദൈവം നിനക്ക് തന്നതാണ്. എല്ലാം ദൈവം തന്നതാണ്. നീ അത് തിരുനാമ മഹത്വത്തിനായി നീ ഉപയോഗിക്കാമെങ്കിൽ നിന്റെ തലമുറകൾക്കും കൂടി ഇത് അനുഗ്രഹമാവും. കേൾക്കുന്നുണ്ടോ? നിന്റെ തലമുറകൾക്കും കൂടി ഇത് നന്മയാകും. ഭയങ്കരമാണ് പ്രോസ്പെറിറ്റി. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ ഓരോരുത്തരും ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അതിൻ്റെ ഓപ്പോസിറ്റാ പോവേർട്ടി ആൻഡ് ഫെയിലിയേഴ്സ്. പോവേർട്ടി ഓർ ഫെയിലിയേഴ്സ്, ദാരിദ്ര്യം. ഞാൻ ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്പ കാര്യങ്ങൾ കടഭാരം വന്നു, അല്ലെങ്കിൽ ഒരു അല്പ ബുദ്ധിമുട്ട് വന്നു. എൻ്റെ ലൈഫിലും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില ഏരിയകളിൽ ചില സമയത്ത് ടൈറ്റ്, പക്ഷെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്. അതിനർത്ഥം അതല്ല. ചില വ്യക്തികളുടെ ജീവിതകാലം മൊത്തം അവർക്കൊന്നുമില്ല, ഒരു നന്മയില്ല, ഒരു വീടില്ല, ഒരു നന്മയില്ല, ഒരു അനുഗ്രഹമില്ല. എന്നും വായ്പ മേടിക്കുക, എന്നും അവരുടെ ലൈഫ് തകർച്ചയാണ്. ഞാനിത് പറയുന്നത് അതുപോലെ ചില വ്യക്തികളുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം ഓർത്തു. ജീവിതത്തിൽ മൊത്തം ഒരു ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ പറ്റിയിട്ടില്ല, ഒരു ഏരിയകളിലും. പോവേർട്ടി ഓർ ഫെയിലിയേഴ്സ്. ജോലിക്ക് പോയാലും എവിടെ പോയാലും ഇല്ല, അതിന് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യും. ക്രൂശിലെ നിങ്ങൾ കാണ്, ആ യേശു കർത്താവിൻ്റെ ക്രൂശിലേക്ക് ഇതെല്ലാം അടിക്കുന്നു.
യേശു കർത്താവിൻ്റെ ക്രൂശിലേക്ക് ഇതെല്ലാം അടിക്കുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശിലേക്ക് ഇതെല്ലാം അടിക്കുന്നു. ഇതെല്ലാം തകരട്ടെ, ഇതെല്ലാം തകരട്ടെ, തകരട്ടെ, തകരട്ടെ. പ്രോസ്പെരിറ്റി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അടുത്തത് വിക്ടറി. വിക്ടറി, നിങ്ങളുടെ ജീവിതം ജയമുള്ളതായിരിക്കും. ബൈബിൾ പറയുന്നു, നിന്റെ നേരെ ഒരു വഴിയായി ശത്രു വരും, 7 വഴിയായി ശത്രു ഓടിപ്പോകും. ജയം നിനക്കുണ്ട്, ജയം നിനക്കുണ്ട്. നിന്റെ ഒരു വഴിയായി ശത്രു വരും, എത്ര വഴിയായി ഓടിപ്പോവും? 7 വഴിയായി ഓടിപ്പോവും. പക്ഷെ ശാപത്തിന്റെ ലക്ഷണമാണ്, നിന്റെ നേരെ ശത്രു ഒരു വഴിയായി വരും, പക്ഷെ നീ 7 വഴിയായി ഓടിപ്പോവും. നിന്റെ നേരെ ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ആരോടും? പരാജയപ്പെട്ട ശാപമുള്ളവൻ്റെ അവൻ 7 വഴി കൂടെ ഓടും. കാരണം വഴി അറിയത്തില്ല, അതുകൊണ്ട് ഉള്ള വഴി കൂടെ എല്ലാം ഓടിക്കോളും. വഴി അറിയാൻ വയ്യാത്തതുകൊണ്ട് ഓടുന്നതെല്ലാം വഴിയായിക്കോളും. പക്ഷേ അല്ല, നീ വിജയമുള്ളവനാണെങ്കിൽ നിന്റെ നേരെ ശത്രു വരും. അവർ ഒരു വഴിയായി ഇങ്ങോട്ട് വരും, 7 വഴിയായി ഓടിപ്പോകും. നമ്മുടെ ശത്രു, പുതിയ നിയമത്തിലുള്ള ദൈവമക്കൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണേ, നമ്മുടെ അയൽവക്കക്കാരല്ല നമ്മുടെ ശത്രു. നമുക്ക് ഒരു ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. അടിവര ഇട്ട് നമ്മളത് പറയണം. നമുക്ക് ഒരു വ്യക്തികളോടോ ജാതികളോടോ മതത്തിലുള്ളവരോടോ ഒരു മനുഷ്യനോടോ ഒരു വ്യക്തികളോടും നമുക്ക് പോരാട്ടമില്ല. പക്ഷെ നമുക്ക് പോരാട്ടം ഉണ്ട്. ആരോടാ? പൈശാചിക ശക്തികളോട്. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ അതിൻ്റെ സിസ്റ്റം അല്ല. പഴയ നിയമത്തിൽ ജഡത്തിനോട് അവർക്ക് യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് യുദ്ധമുണ്ട്, പക്ഷെ യുദ്ധത്തിൻ്റെ സിസ്റ്റം മാറി. നമുക്ക് യുദ്ധം ആരോടാ? പൈശാചിക ശക്തികളോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാര ലോകത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. നമ്മുടെ മുമ്പിൽ ആ ശത്രു തകരട്ടെ. ഞാൻ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ നേരെ വരുന്ന ശത്രു എന്ന് പറയുമ്പോൾ അയൽവക്കക്കാരനെ ഓർക്കല്ലേ, അല്ലേ? ഒരാളെ ഓർക്കല്ലേ. നമ്മുടെ നേരെ വരുന്ന ശത്രു, ദുഷ്ടശക്തികൾ നിങ്ങളുടെ മുമ്പിൽ ചിതറിപ്പോകട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചിതറിപ്പോകട്ടെ വേഗത്തിൽ. അടുത്തത് അതോറിറ്റി. 6-ാമത്തേത് അതോറിറ്റി. നീ പോകുന്നിടത്തൊക്കെ തലയായിത്തീരും. നിന്റെ തോട്ട്സിനും നിന്റെ ആശയങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കും കേട്ടോ. നിന്റെ തീരുമാനങ്ങളെയും നിന്റെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഉള്ളതായിത്തീരും. അത് അനുഗ്രഹിക്കപ്പെട്ട ലക്ഷണം. ചിലർ പോയി എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു വാല്യൂ കാണത്തില്ല. അത് ഏറ്റവും വീട്ടിൽ തൊട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ വാക്കിന് നിങ്ങൾ തന്നെ വില കൊടുത്ത് നോക്കിക്കേ, പിന്നെ ബാക്കിയുള്ളൊരു വില തരും. നിങ്ങളുടെ വാക്കിന് നിങ്ങൾ തന്നെ വില കൊടുക്കാതിരുന്നാൽ ആരും വില തരത്തില്ല. പോട്ടെ, അവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ എടുക്കാം, നിങ്ങളെ പഠിപ്പിക്കാം. അതോറിറ്റി. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ എഴുതി വെച്ചു, നിങ്ങൾ വീട്ടിൽ ഒന്നാമനാകുമെന്നല്ല, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആ വേർഡ് എഴുതി വെക്ക്. നീ വീട്ടിലല്ല, പട്ടണത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പഞ്ചായത്തിലല്ല, നിങ്ങൾ എവിടെ അനുഗ്രഹിക്കപ്പെടും? പട്ടണത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയിലുള്ള ദൈവമക്കൾ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹെൽപ്ലെസ്നെസ്. ഇത് ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹെൽപ്ലെസ്നെസ്. നീ പോകുന്നിടത്തെല്ലാം വാലായിത്തീരും, സഹായഹസ്തനായിത്തീരും, വാലായിത്തീരും. നിനക്ക് സഹായിക്കാൻ നിനക്ക് തക്ക സമയത്ത് ആരും കാണത്തില്ല. എന്താ കാരണം? നീ വചനത്തെ തള്ളിക്കളഞ്ഞു. നീ വചനം അനുസരിച്ചിട്ടില്ല. വചനത്തെ നീ ഹൃദയം കൊണ്ട് അനുസരിച്ച് അതിൽ സന്തോഷിച്ചിട്ടില്ല. നീ പോകുന്നിടത്തൊക്കെ സഹായഹസ്തനാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ ഓർക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഡൽഹി എയർപോർട്ടിൽ പോയി നിൽക്കുന്ന സമയത്തെ കാര്യം അല്ലേ, കസ്റ്റംസിലല്ലോ, എന്തുവാ, എമിഗ്രേഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ ചരിത്രം ഞാൻ പറഞ്ഞു. ഓരോ സമയത്തും ഇന്നലെയും ഒരു മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. എൻ്റെ പ്രശ്നത്തിനല്ല, മറ്റൊരാൾക്ക് വേണ്ടി ഒരു വണ്ടി ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ ചെല്ലും കർത്താവ് എനിക്ക് വേണ്ടി ഫേവറാണ് ഒരുക്കുന്നത്. എവിടെ പോയാലും. കാരണം ആളും സഹായവും നിനക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ സകലിടത്ത് എന്നാലും അനുഗ്രഹമായിരിക്കും. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തോ? ഹെൽപ്ലെസ്നെസ്, സഹായഹസ്തനായിരിക്കും. പണ്ട് ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത്, തമിഴ്നാട്ടിൽ ആക്സിഡൻ്റ് ആയ സമയത്ത് പറഞ്ഞു, കർത്താവ് ആൾക്കാരെ വിടുക. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല ഉന്നതന്മാർ
ദൈവം നിനക്ക് വേണ്ടി തക്ക സമയം യേശുവിൻ്റെ നാമത്തിൽ ആ അനുഗ്രഹം നിങ്ങളുടെ മീതെ വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി തക്ക ദൂതന്മാരെ ദൈവം അയക്കട്ടെ. റിസീവ് ചെയ്യും. തക്ക ദൂതന്മാരെ ദൈവം അയക്കട്ടെ. നീ വാലല്ല, തലയാകും. നീ അതോറിറ്റി ഉള്ളവനാകും. ഹെഡ് കാണിക്കുന്ന അതോറിറ്റിയാ, ടെയിൽ കാണിക്കുന്ന ഹെൽപ്ലെസ്നെസ്. ലാസ്റ്റ് വേർഡ്, യു വിൽ ബി അബവ് എവ്രിതിങ്. നിനക്കതിന് പറന്നുയരാനുള്ള സ്ട്രെങ്ത് കിട്ടും. നിന്റെ നേരെ പ്രശ്നങ്ങൾ വരുമ്പം, പ്രശ്നങ്ങൾ വരത്തില്ലെന്നൊന്നും ബൈബിളിലില്ല കേട്ടോ. പ്രശ്നങ്ങൾ വരാം, പക്ഷേ പ്രശ്നങ്ങളുടെ റൂട്ടൊക്കെ തിരിച്ചറിയണം. ചിലതൊക്കെ ടെസ്റ്റായിട്ട് വരാം. പക്ഷേ എന്തോ വന്നാലും നീ അതിൻ്റെ മീതെ പറന്നുയരും. സ്ട്രെങ്ത് കിട്ടും, ബലം കിട്ടും. അതിനെ ജയിക്കേണ്ടതുപോലെ ജയിക്കാൻ, നേരിടേണ്ടതുപോലെ നേരിടാനുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് ദൈവം നിറയ്ക്കും കേട്ടോ. ചിലരുടെ ലൈഫിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് പാനിക് അറ്റാക്കാണ്. ചില ലൈഫിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ ബുദ്ധിമുട്ട്, എല്ലാം നാശമായി അല്ലേ. ഞാൻ ഇടയ്ക്ക് പഠിപ്പിക്കുന്ന പോലെ ചിലർക്ക് ആവേശം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പരവേശമോ, പിന്നെ അടുത്തിരിക്കുന്നവൻ്റെ വെള്ളവും എന്തൊക്കെ എടുത്ത് കഴിക്കുന്നതെന്ന് അറിയത്തില്ല. സ്വന്തം പാത്രത്തിലേ എടുത്ത് കഴിച്ചു, അപ്പുറത്തവൻ്റെ എടുത്ത് കഴിച്ചു, ഇനി എന്തോ കഴിക്കുന്ന അറിയത്തില്ല. ആ കൈ കൊണ്ട് തലയും ചൊറിഞ്ഞു, എല്ലാം ചൊറിഞ്ഞു. അവസാനം മുഖത്തുമായി ദേഹത്തുമായി വെപ്രാളം കാരണം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലേ. കൈ കഴുകാൻ കല്യാണത്തിൻ്റെ എല്ലാം കൂടെ വെപ്രാളം പിടിച്ചിട്ട് കൈ കഴുകാൻ പോയി. അവിടെ കണ്ട് കൈ കഴുകാൻ സോപ്പ് വെച്ചിരുന്നു. ആ സോപ്പ് എടുത്ത് വായിലിട്ടാൻ കഴിയും. എന്തൊക്കെയാണ് കാണിക്കുന്ന ചിലർക്ക് അറിയത്തില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. വെപ്രാളം കൊണ്ട് എന്തൊക്കെ ചെയ്തു. ഇല്ല, നിനക്ക് സകലത്തിനും മീതെ ഉയർന്ന് പറക്കാനുള്ള ദ സൈക്കോളജിക്കൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത്. നീ കുലുങ്ങത്തില്ല, നീ ഉറപ്പുള്ളവനായിരിക്കും. അത് അനുഗ്രഹമാണ്. നീ ഉറപ്പുള്ളവനായിരിക്കും. നിനക്ക് നിൻ്റെ നേരെ ഇൻസെക്യൂരിറ്റിയും നിൻ്റെ നേരെ ഈഗോയും ശൗലുമാരും എല്ലാം എഴുന്നേറ്റ് വരുമ്പം ഭയങ്കര ഉറപ്പായിരിക്കും. ഞാൻ എസ്തേറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കാറുണ്ട്. ഭയങ്കര ബുദ്ധിയാണ് പെങ്കൊച്ച്, ഭയങ്കര ബുദ്ധിയാണ് അല്ലേ. അടുത്തത് ശാപത്തിൻ്റെ ലക്ഷണമാണ് ബിനീത്ത്, വീക്ക്നെസ്. ഒരു കാര്യം ചെയ്യാൻ ബലം കാണത്തില്ല. ഒരു കാര്യത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ, ചിന്തിക്കാൻ തക്ക സൈക്കോളജിക്കലി ഇമോഷണലി സ്ട്രെങ്ത് ഇല്ല. വീക്ക്നെസ്സാണ്. ശരീരത്തിനകത്തല്ല, എവിടെ മെൻ്റലി വീക്കാണ്. മെൻ്റലി വീക്ക്. ഞാൻ പഠിപ്പിക്കുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സ്ട്രെങ്ത് ഉള്ളവരാകും, ബലമുള്ളവരാകും. പ്രതിസന്ധികൾ നിങ്ങളുടെ നേരെ വന്നാലും ഇതിനെയൊക്കെ വളരെ കൂളായിട്ട് അഡ്രസ്സ് ചെയ്യാൻ. ചിലർ വളരെ കൂളായിട്ട് അഡ്രസ്സ് ചെയ്യും, പക്ഷേ കൈയും കാലമൊക്കെ വിറച്ചോണ്ടിരിക്കും, ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും അല്ലേ. ചിലർ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ആ പേനയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന കാണും അല്ലേ. പേപ്പറൊക്കെ പിടിച്ചോണ്ട് വിറയ്ക്കുന്ന കാണും. പക്ഷേ ശബ്ദത്തിന് അത് വൈബ്രേഷൻ ഒന്നും കാണത്തില്ല അല്ലേ. ചിലർ ഈ വിറ കാണാതിരിക്കാൻ രണ്ട് കൈ പോക്കറ്റിലോട്ടങ്ങ് ഇടും അല്ലേ, വിറയ്ക്കുന്ന കാണാതിരിക്കാൻ. എന്തൊക്കെ യു വിൽ ബി ഭയങ്കര ഡിവൈൻ ഒരു സ്ട്രെങ്ത് ഉള്ളവനാകട്ടെ. പ്രാർത്ഥിക്കാം. കണ്ടോ, അനുഗ്രഹിക്കപ്പെട്ടവൻ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. പട്ടണത്തിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു കാര്യവുമല്ല നിങ്ങളെ അനുഗ്രഹിക്കുക, ഒരു മെഡിസിൻ അല്ല. ദൈവത്തിൻ്റെ ജീവൻ്റെ വചനത്തിൻ്റെ മർമ്മം നിങ്ങളുടെ അകത്തേക്ക് കയറിയാൽ കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. സിംഹക്കണക്കെ തന്നെ അവൻ കിടക്കുന്നു. അവൻ മരുഭൂമിയിൽ എന്തോ ബൂസ്റ്റ് കഴിച്ചോ? അവൻ മരുഭൂമിയിൽ എന്തോ കോംപ്ലാൻ കഴിച്ചോ? മരുഭൂമിയിൽ കഴിച്ച സ്വർഗത്തിലെ ആഹാരം. ഓരോ ദിവസവും സ്വർഗത്തിലെ ആഹാരം, ഓരോ ഞായറാഴ്ചയും സ്വർഗത്തിലെ ആഹാരം ഇവിടെ ദൈവസഭയിൽ വിളമ്പുക. നിങ്ങളുടെ ലൈഫ് സ്ട്രെങ്ത് ഉള്ളതാകട്ടെ. ഏത് പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യാനുള്ള ഡിവൈൻ വിസ്ഡം ദൈവം നിങ്ങളുടെ മേൽ തരട്ടെ. ഓ ഗോഡ്, എനിക്ക് കുറച്ചും കൂടെ പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ സമയമില്ല അല്ലേ. ദ ഡിവൈൻ വിസ്ഡം അല്ലേ. പ്രാർത്ഥിച്ചേ. ഇതിൻ്റെ ഇനി ഓപ്പോസിറ്റ്, ഇനി പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ കീ എന്തുവാ, സൈനസ് എന്തുവാ, ഇനി അതിൻ്റെ കാരണങ്ങൾ എന്തുവാ, ഇനി ലിസ്റ്റ് ഓഫ് കേഴ്സസ് വേറെ ചാപ്റ്ററുകളിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. അടുത്തത് റീസൺ ഓഫ് കേഴ്സസ്. ഇത് ഒത്തിരിയുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണണം. പക്ഷെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ വന്നു.
നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഓരോ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. എല്ലാ സ്വർഗത്തിലെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവ മക്കളുടെ മീതെ വരട്ടെ. ഈ വചനം കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വെളിച്ചമോ? വചനം കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വെളിച്ചമോ? ഭയങ്കര വെളിച്ചമോ? ഇന്ന് തൊട്ട് ഈ വചനം നിങ്ങൾ 2-3 പ്രാവശ്യം കേൾക്കണം. എൻ്റെ അഭിപ്രായത്തിൽ കേൾക്കണം. ഇത് പോയി ഇപ്പോഴത്തെ ഈ സ്പീഡിന് കേൾക്കാതെ സമയമെടുത്ത് വാക്യങ്ങളും കൂടെ വായിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞ് ശോധന ചെയ്ത് കേൾക്കണം. ആ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പം ആ ജീവന് നിങ്ങളുടെ മീതെ വരട്ടെ. പ്രാർത്ഥിച്ചേ. നമ്മുടെ സമയമുണ്ട്. 5 മിനിറ്റ് പ്രാർത്ഥിക്കാനും കൂടെ എടുക്കുക. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നിങ്ങളിവിടെ വന്നപ്പോൾ ക്ഷീണിതരായിട്ടായിരിക്കാം ഈ ആലയത്തിൽ കാല് ചവിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ട് ക്ഷീണിതരോ ബലഹീനരായിട്ടോ ആയിരിക്കാം നിങ്ങൾ ആലയത്തിൽ വന്നത്. അല്ലല്ല. ഏത് പ്രശ്നമായിട്ട് വന്നാലും ഏത് പ്രശ്നത്തെ തകർത്ത് കളയാൻ കഴിവുള്ളവരുടെ അടുക്കലാണ് നമ്മളെ ദൈവം കൊണ്ടുവന്നത്. അവിടുത്തെ പേര് യേശു എന്ന അവന്റെ മുമ്പിൽ മാറാത്തതൊന്നുമില്ല. ആ ക്രൂശിലെ രക്തം ശാപത്തിന്റെ എല്ലാ കാരണങ്ങളെയും, അകൃത്യമാകാം, ലംഘനമാകാം, പാപമാകാം, സകലത്തെയും വേരോടെ പിടിതു കളയാൻ ശക്തിയുള്ളതാണ്. നൂറ്റാണ്ടുകളായി വേരോടിയ പലതിനെയും യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ചിലതിനെ ആത്മാവിൽ വെട്ടിക്കള. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കിടക്കുന്ന ചിലതിനെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, രക്തത്തിന്റെ ശക്തികളെ, ആത്മമണ്ഡലത്തിൽ കിടക്കുന്ന രക്തത്തിന്റെ ക്ലെയിമുകളെ കാൽവരി ക്രൂശിലെ രക്തത്താൽ ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യാം. ഗ്ലോറി 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 ഗ്ലോറി. പ്രാർത്ഥിക്കാം. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള